ഹരിശ്രീ ഗണപതായ നമ. അവിഘ്നമസ്തു. ഓം ഗും ഗുരുഭ്യോ നമഃ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. യകർണാഞ്ജലി സംപുടൈരഹരഃ സമ്യക് പിബദ്യാദരാൻ വാൽമീകിർവദനാരവിന്ദഗലിതം രാമായണാഖ്യം മധും ജന്മവ്യാധിജരാവിഭക്തിമരണൈരത്യന്തസോപദ്രവം സംസാരം സവിഹായ ഗച്ഛതി പുമാൻ വിഷ്ണോപദം ശാശ്വതം. വൈദേഹീ സഹിതം സുമദ്രുമതലേ ഹൈമേ മഹാമണ്ഡപേ മധ്യേ പുഷ്പകമാസനെ മണിമയേ വീരാസനെ സുസ്ഥിരം. അഗ്രേ വാചയതി പ്രഭഞ്ജനസുതേ തത്വം മുനിഭ്യഃ പരം വ്യാഖ്യാന്തം ഭരതാദിഭിഃ പരിവൃതം രാമം ഭജേ ശ്യാമളം. വാമേ ഭൂമിസുതാ പുരശ്ച ഹനുമാൻ പശ്ചാത് സുമിത്രാസുതാ ശത്രുഘ്നോ ഭരതശ്ച പാർശ്വദലയോർവായുവാദികോണേഷു ജാം സുഗ്രീവശ്ച വിഭീഷണശ്ച യുവരാട് താരാസുതോ ജാംബവാൻ മധ്യേ നീലസരോജകോമളരുചിം രാമം ഭജേ ശ്യാമളം. നമോസ്തു രാമായ സലക്ഷ്മണായ ദേവ്യൈ ച തസ്യൈ ജനകാത്മജായൈ നമോസ്തു രുദ്രേന്ദ്രയമാനിലേഭ്യോ നമോസ്തു ചന്ദ്രാർക്കമരുദ്ഗണേഭ്യഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. ശ്രീമദ് വാൽമീകി രാമായണം. അഥ ബാലകാണ്ഡ ഏകോനസപ്തതിതമഃ സർഗ ദശരഥ ജനക സമാഗമം. തതോ രാത്ര്യാം പ്രതീയായാം സോപാധ്യായ സബാന്ധവാം രാജാ ദശരഥോ ഹൃഷ്ട സുമന്ത്രമിദമബ്രവീൻ അദ്യ സർവേ ധനാത്യക്ഷ ധനമാദായ പുഷ്കലം വ്രജന്ത്വഗ്രേ സുവിഹിതാ നാനാരത്നസമന്വിതാം ചതുരംഗബലം സർവം ശീഘ്രം നിർയാതു സർവശഃ മമാജ്ഞാസമകാലം ച യാനയുഗ്യമനുത്തമം. വസിഷ്ഠോ വാമദേവശ്ച ജാബാലീരഥകശ്യപ മാർക്കണ്ഡേയ സുദീർഘായുർ ഋഷികാത്യായനസ്തതാം. ഏതേ ദ്വിജാ പ്രയാദ്വഗ്രേ സന്ധ്യനം യോജയസ്വ മേ യഥാകാലത്തെയോ ന സ്യാദൂതാ ഹി ത്വരയന്തി മാം. വചനാസ്തു നരേന്ദ്രസ്യ സാ സേനാ ചതുരംഗിണീ രാജാനാം ഋഷിഭിഃ സാർദ്ധം വ്രജന്തം പൃഷ്ഠതോന്നഗാൻ ഗത്വാ ചതുരഹം മാർഗം വിദേഹാനഭ്യുദേവാൻ. രാജാ തു ജനകഃ ശ്രീമാൻ ശ്രുത്വാ പൂജാമകൽപ്പയൻ. തതോ രാജാനമാസാദ്യ വൃദ്ധം ദശരഥം നൃപം. ജനകോ മുദിതോ രാജാ ഹർഷം ച പരമം യയൗ. ഉവാച നരശ്രേഷ്ഠോ നരശ്രേഷ്ഠം മുദാന്വിതാം സ്വാഗതം തേ മഹാരാജ ദൃഷ്ട്യാ പ്രാപ്ത്യോസി രാഘവ. പുത്രയോരുഭയോ പ്രീതിം ലപ്സ്യസേ വീര്യനിർജിതാം. ദൃഷ്ട്യാ പ്രാപ്തോ മഹാതേജാ വസിഷ്ഠോ ഭഗവാൻ ഋഷി. സഹ സർവൈ ദ്വിജശ്രേഷ്ഠേ ദേവൈരിവ ശതക്രതൂം. ദൃഷ്ട്യാ മേ നിർജിതാ വിഘ്നാ ദൃഷ്ട്യാ മേ പൂജിതം കുലം. രാഘവൈ സഹ സംബന്ധാത് വീര്യശ്രേഷ്ഠൈർമഹാത്മഭിഃ. പ്രഭാതേ നരേന്ദ്രത്വം നിർവർത്തയിതുമർഹസി. യജ്ഞസ്യാന്തേ നരശ്രേഷ്ഠ വിവാഹം ഋഷിസമ്മതം. തസ്യ തദ്വചനം ശ്രുത്വാ ഋഷിമധ്യേ നരാധിപാം. വാക്യം വാക്യവിദാം ശ്രേഷ്ഠ പ്രത്യുവാച മഹീപതിം. പ്രതിഗ്രഹോ ദാതൃവൃഷ ശ്രുതമേതന്മയാ പുരാം. യഥാ വക്ഷിസി ധർമ്മജ്ഞ തത്കരിഷ്യാമഹേ വയം. ധർമ്മിഷ്ഠം ച യശസ്യം ച വചനം സത്യവാദിന.
ശ്രുത്വാ വിദേഹാധിപതി പരം വിസ്മയമാഗതാം തത സർവേ മുനിഗണാ പരസ്പരസമാഗമേ ഹർഷേണ മഗധായുക്താസ്താം നിശാമവസൻ സുഖം അധ രാമോ മഹാതേജ ലക്ഷ്മണേന സമം യയോ വിശ്വാമിത്രം പുരസ്കൃത്യ പിതുഃപാദാ ഉപസ്പൃശൻ രാജാ ച രാഘവോ പുത്രോ നിശാമ്യ പരിഹർഷിതാം ഉവാസ പരമപ്രീതോ ജനകേനാഭിപൂജിതാം ജനകോപി മഹാതേജ ക്രിയാം ധർമ്മേണ തത്വവിൻ യജ്ഞസ്യ ച സുതാഭ്യാം ച കൃത്വാ രാത്രിമുവാസഃ ഇത്യാശേ ശ്രീമദ് രാമായണേ വാൽമീകിയെ ആദികാവ്യേ ചതുർവിംശതിസഹസ്രികായാം സംഹിതായാം ബാലകാണ്ഡേ ദശരഥ ജനക സമാഗമോ നാമ ഏകോനസപ്തതിതമഃ സർഗഃ. ഹര നമ പാർവതീപതയേ ഹര ഹര മഹാദേവ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ദേവീ നാമസങ്കീർത്തനം. ജയ ജയ ശ്രീ മഹാദേവിയേ നമഃ. അഥ സപ്തതിതമഃ സർഗഃ. കന്യാവരണം. തത പ്രഭാതേ ജനകകൃതകർമാ മഹർഷിഭിः ഉവാച വാക്യം വാക്യജ്ഞശതാനനം ശതാനന്ദം പുരോഹിതം ഭ്രാതാ മമ മഹാതേജ യവനീയാദിധാർമ്മികാം കുശധ്വജ ഇതി ഖ്യാതാ പുരീമധ്യവസുച്ഛുഭാം വാര്യാഫലകപര്യന്താമിവ നിക്ഷുമതീം നദീം സാംകാശ്യാം പുണ്യസങ്കാശാം വിമാനമിവ പുഷ്പകം തമഹം ദ്രഷ്ടുമിച്ഛാമി യജ്ഞഗോപ്താ സമേ മദാം പ്രീതിം സോവി മഹാതേജ ഇമാം ഭോക്താ മയാ സഹ ഏവമുക്തേതു വചനേ ശതാനന്ദസ്യ സന്നിധം ആഗതാ കേചിദവ്യഗ്രാം ജനകസ്താൻ സമാദിശൻ ശാസനാസ്തു നരേന്ദ്രസ്യ പ്രയേയുശീർഘവാജിവീം സമാനേതും നരവ്യാഘ്രം വിഷ്ണുമിന്ദ്രാജ്ഞയായതാം സാങ്കാശാം തേ സമാഗമ്യ ദദൃശുശ്ചതുജം നിവേദയൻ യഥാവൃത്തം ജനകസ്യ ച ചിന്തിതം തദ്വൃത്തം നൃപതി ശ്രുത്വാ ദൂതശ്രേഷ്ഠേ മഹാജവേ ആജ്ഞയാഥ നരേന്ദ്രസ്യ ആജഗാമകുശധ്വജാം സദദർശ മഹാത്മാനം ജനകം ധർമ്മവത്സലം സോഭിവാദ്യ ശതാനന്ദം ജനകം ചാഭിചാർമികാം രാജാർഹം പരമം ദിവ്യമാസനം സോധ്യരോധതാം ഉപവിഷ്ടാ ഉഭോദൗ ഭ്രാതരാമിവ തൗജസാം പ്രേഷയാമാസ ദുർവീരോ മന്ത്രിശ്രേഷ്ഠം സുദാമനം ഗച്ഛ മന്ത്രിപദേശീർഘമൈക്ഷാഗമിതപ്രഭം ആത്മജൈ സഹ ദുർധർഷമാനയസ്വമസമന്ത്രണം ഔപകാര്യം സഗത്വാദുരഘൂണാം കുലവർദ്ധനം ദദർശ ശിരസാ ജയനമഭിവാദ്യോദമബ്രവീൻ അയോധ്യാധിപതേ വീരവൈദേഹോ മിഥിലാധിപാം സത്വാം ദ്രഷ്ടും വ്യവസിത സൗപാധ്യായ പുരോഹിതാം മന്ത്രിശ്രേഷ്ഠവച ശ്രുത്വാ രാജാ സഗണസ്തതാം സമദ്ധൂരഗമത്തത്ര ജനകോ യത്ര വർത്തതേ സ രാജാ മന്ത്രിസഹിത സോപാധ്യായ സബാന്ധവാം വാക്യം വാക്യവിദാം ശ്രേഷ്ഠോ വൈദേഹമിതമബ്രവീം വിദിതം തേ മഹാരാജ ഇക്ഷ്വാകൂലവർദ്ധ കുലദേവതം വക്താ സർവേഷു കൃത്യേഷു വസിഷ്ഠോ ഭഗവാനുഷീം വിശ്വാമിത്രാഭ്യുനജ്ഞാതാ സഹ സർവൈർമഹർഷിഭീം ഏവ വക്ഷ്യതി ധർമാത്മാ വസിഷ്ഠോ മേ യഥാക്രമം ഏവ മുക്താ നരശ്രേഷ്ഠോ രാജ്ഞാം മധ്യേ മഹാത്മനാം തുഷ്ണിം ഭൂതേ ദശരഥേ വസിഷ്ഠോ ഭഗവാനുഷീം ഉവാച വാക്യം വാക്യജ്ഞോ വൈദേഹം സപുരോധസം അവ്യക്തപ്രഭോ ബ്രഹ്മാ ശാശ്വതോ നിത്യ അവ്യയാം തസ്മാന്മരീചി സംജജ്ഞേ മരീചേ കശ്യപസുതാം വിവസ്വാൻ കശ്യപാജജ്ഞേ മനുർവൈവസ്വതസ്മൃതാം മനുപ്രജാപതി പൂർവഭിക്ഷാഗുസ്തു മനോസുതാം ത്വമിച്ഛാകുമയോധ്യായാം രാജാനാം വിധിപൂർവകം ഇച്ഛാഗോസു സുതശ്രീമാൻ കുക്ഷിരിത്യേവ വിശ്രുതാം കുക്ഷേരഥാത്മജ ശ്രീമാൻ വിക്ഷുകീരുതവദ്യത വികുക്ഷേഷു മഹാതേജ ബാണപുത്രപ്രതാപവാൻ ബാണസ്യതു മഹാതേജ അനരണ്യപ്രതാപവാൻ അനരണ്യപ്രതുർജജ്ഞേ ത്രിശങ്കുസ്തു പൃഥോസുതാം ത്രിശങ്കോരഭവത്പുത്രോ ധുന്ദുമാരോ മഹായശാം ധുന്ദുമാരാൻ മഹാതേജ യുവനാശോ വ്യജായതാം യുവനാശസുതസ്ത്വാസീൻ മഹാന്ധാത പൃഥ്വീപതീം മാന്ധാതുസ്തു സുതശ്രീമാൻ സുധന്തി രൂപപദ്യതാം സുസംധേരവി പുത്രൗദൗ ധ്രുവസന്ധി പ്രസേനജിൻ യശസ്വീ ധ്രുവസന്ധേസ്തു ഭരതോ നാമനാമതാം ഭരതാത്തു മഹാതേജ അസിതോ നാമജാതവാൻ യസ്യേതേ പ്രതിരാജാന ഉദപദ്യന്ത ശത്രവാം ഹൈഹയാസ്താജലംഘാശ്ച ശൂരാശ്ച ശശിബിന്ദവാം താം സുസപ്രതിയുധ്യൻ വൈ യുദ്ധേ രാജ്യാത് പ്രവാസിതാ
ഹിമവന്തമുപാഗമ്യ ഭൃഗുപ്രസവണേ വസൻ അസിതോൽബലോ രാജാ കാലധർമ്മമുപൈവാൻ ദേച്ചാസ്യ ഭാര്യ ഗർഭിണ്യേ ബഭൂവതു ദിരിതി ശ്രുതം ഏകോ ഗർഭവിനാശായ സപത്നീ സകരം ദദൗം തതശൈലവരേ രമ്യേ ബഭൂവാഭിരതോ മുനീം ഭാർഗവശ്ച വനോ നാമ ഹിമവന്തമുപാശ്രിതാം തത്രൈകാതു മഹാഭാഗ ഭാർഗവം ദേവവർച്ചസം വവന്ദേ പത്മപത്രാക്ഷി കങ്ക്ഷന്തീ സുതമാത്മനാം തം ഋഷീം സാഭിവാവമ്യ കാളിന്ദീ ചാഭ്യവാദയൻ സതാമഭ്യവദബ്ദിബ്രാ പുത്രേപ്സും പുത്രജന്മനീം തവ കുക്ഷോ മഹാഭാഗേ സുപുത്രസ്സു മഹാബലാം മഹാവീര്യോ മഹാതേജ അജിരാത് സംജനീഷ്യതീം ശരണേ സഹിത ശ്രീമാൻ മാ ശുചക്കമലേക്ഷണേ ഏവമുക്താ മഹാതേജ അസിതേ സ്വർഗദേ സതീം വിധായച്ഛേദോ നൃപദോ വിദ്യുല്ലേഖേവ സുപ്രഭാം ചപനം തു നമസ്കൃത്യ രാജപുത്രീ പതിവ്രതാം പതിശോകാതുരാതസ്മാത് പുത്രം ദേവീദ്വിജായ സപജ്ഞാതു ഗരസ്തസ്യേ ദത്തോ ഗർഭജിതം ജിഖാംസയാം സഹൃദയേന ഗരേണൈവ ജാതഃ സകരോ ഭവൻ സകരസ്യാസമഞ്ജസ്തു അസമഞ്ജാസ്ദതാംശുമാൻ ദിലീപവംശമദപുത്രോ ദിലീപസ്യ ഭഗീരഥാ ഖഗുസ്തോഭൂത് ഖഗുത്ഥസ്യ രഘോസുതാം രഘോസ്തു പുത്ര തേജസ്വി പ്രവൃദ്ധ പുരുഷാദകാം കൽമാഷപദഹ്യഭവൻ തസ്മാജ്ജാതശ്ച ശംഖണാം സുദർശന ശംഖണസ്യ അഗ്നിവർഷണ സുദർശനാം ശിഖ്രഗസ്ത്വഗ്നിവർണസ്യ ശിഖ്രഗസ്യ മരുസുതാം മരോ പ്രശുക്തസ്ത്വാൻ സീദംബരീഷ ശൃഗാൻ അംബരീഷപുത്രോ ഭൂൻ നഹുഷ പൃഥിവീപതി നഹുഷ്യസ്യ യയാദിശ്ച നാഭാഗശ്ചീയാദിജാം നാഭാഗസ്യ ബഭൂവാജ അജാ ദശരഥോ ഭവൻ അസ്മാദ്ദശരഥജാതോ ഭ്രാതരോ രാമലക്ഷ്മണോ ആദിവംശവിശുദ്ധാനാം രാജ്ഞാം പരമധർമ്മിണാം ഇക്ഷ്വാകുകുലജാതാനാം വീരാണാം സത്യവാദിനാം രാമലക്ഷ്മണയോരർദ്ധേ തത്സുതേ പരയേ നൃപാം സദൃശ്യാഭ്യാം നരശ്രേഷ്ഠ സദൃശേ ദാതുമർഹസി ഇത്യാശേ ശ്രീമദ് രാമായണേ വാൽമീകി ആദികാവ്യേ ചതുർവിംശതി സഹസ്രികായാം സംഹിതായാം ബാലകാണ്ഡേ കന്യാവരണം നാമ സപ്തതിത്തമഃ സർഗഃ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ ഹര നമഃ പാർവതീപതയേ ഹര ഹര മഹാദേവ സർവത്ര ദേവീ നാമ സങ്കീർത്തനം ജയ ജയ ശ്രീ മഹാദേവ്യേ നമഃ അഥ ഏകസപ്തതിതമഃ സർഗഃ കന്യാദാനപ്രതിശ്രവാം ഏവം ബ്രുവാണാം ജനക പ്രത്യുവാചകൃതാഞ്ജലി ശ്രോതുമർഹസി ഭദ്രം തേ കുലം ന പരികീർത്തിതം പ്രധാനേ ഹി മുനിശ്രേഷ്ഠ കുലം നിരവശേഷത വക്തവ്യം കുലജാതേന തന്നിബോധ മഹാമുനി രാജാഭൂതൃഷു ലോകേഷു വിശ്രുതസ്വേന കർമ്മണാം നിമിപ്പരമധർമാത്മാ സർവസത്വവതാം വരാം തസ്യ പുത്രോ മിഥുർനാം ജനകോ മിഥിപുത്രകാം പ്രഥമോ ജനകോ രാജാ ജനകാദപ്യുവാവസു ഉദാവസ്തോസ്തു ധർമാത്മാ ജാതോ വൈ നന്ദിവർദ്ധന പുത്രസ്തു സുഖേതുർനാമനാമതാം സുഖേതോരപി ധർമാത്മാ ദേവരാജോ മഹാബല ദേവരാജസ്യ രാജർഷേ ബൃഹദ്രഥ ഇതി ശ്രുതാം ബൃഹദ്രഥസ്യ ശൂദ്രോ ഭൂൻ മഹാവീര പ്രതാപവാൻ മഹാവീര്യസ്യ ധൃതിമാൻ സുധൃതി സത്യവർക്രമാം സുധൃതേരപി ധർമാത്മാ ധൃഷ്ടകേതു സുധാത്മിക സൃഷ്ടകേതാസു രാജർഷേ ഹര്യശ്ച ഇതി വിശ്രുത ഹര്യശ്ച മരുപുത്രോ മരോപുത്ര പ്രതീഗന്ധകസ്യ ധർമാത്മാ രാജാ കീർത്തിരഥസുത പുത്രകീർത്തിരഥസ്യാപി ദേവമീഢ ഇതി ശ്രുത ദേവമീഢസ്യ വിബുധസ്യ മഹീധൃകസുതോ രാജാ കീർത്തിരാജോ മഹാബലാം കീർത്തിരാജസ്യ രാജർഷേ മഹാരോമോ വിജായതാം മഹാരോമ്ണസ്തു ധർമാത്മാ സ്വർണരോമോ വിജായതാം സ്വർണരോണസ്തു രാജർഷേ ഹ്രസ്വരോമോ വിജായതാം തസ്യ പുത്രദ്വയം ജജ്ഞേ ധർമ്മജ്ഞസ്യ മഹാത്മനാം ജ്യേഷ്ഠോഹമനുജോ ഭ്രാത മമ വീരകുശധ്വജ മാം തു ജ്യേഷ്ഠം പിതാ രാജ്യേ സോഭിഷ്യച്ഛ നരാധിമാം
കുശധ്വജം സമാവേശ്യ ഭാരം മയി വനം ഗതാം വൃദ്ധേ വിതരീശ്വര്യാദേ ധർമ്മേണ ധൂരമാവഹൻ ഭ്രാതരം ദേവസങ്കാശം സ്നേഹാത് പശ്യൻ കുശധ്വജം. കസ്യചിത് ത്വതകാലസ്യ സംകാശാഗതപുരം സുധന്വാ വീരവാൻ രാജാ മിഥിലാമവരോധക സച മേ പ്രേഷയാമാസ ശൈവം ധനുരുത്തമം. സീതാകന്യാ ച പത്മാക്ഷി മഹ്യം വൈദീയതാമിതി തസ്യ പ്രധാനാത് ബ്രഹ്മശ്രേ യുദ്ധമാസീന്മയാ സഹതോഭിമുഖോ രാജാ സുധന്വാതു മയാ രണേ നിഹത്യത്തം മുനിശ്രേഷ്ഠ സുധന്വാനം നരാധിപം സാങ്കാശേ ഭ്രാതരം വീര്യമഭക്ഷിഞ്ചം കുശധ്വജം കനീയാരേഷമേ ഭ്രാത അഹം ജ്യേഷ്ഠോ മഹാമുനെ ദദാമി പരമപ്രീതോ വധോ തേ മുനിപുംഗവാം. സീതാം രാമായ ഭദ്രം തേ ഊർമിളാം ലക്ഷ്മണായ വീരശുൽക്കാം മമ സുതാം സീതാം സുരസുതോപമാം ദ്വിതീയാം ഊർമിളാം ചൈവ തൃതർദാമി നന സംശയാം. രാമലക്ഷ്മണയോ രാജൻ ഗോദാനാങ്കാരയസ്വഹം പിതൃകാര്യം ച ഭദ്രം തേ തതോ വൈവാഹികം ഗുരും മഹാഹ്യ മഹാഭാഗോ തൃതീയേ ദിവസേ വിഭോ. ഫൽഗന്യാമുത്തരേ രാജൻ തസ്മിൻ വൈവാഹികം ഗുരും രാമലക്ഷ്മണയോരർത്ഥേ ദാനം കാര്യം സുഖോദയം. ഇത്യാശയ ശ്രീമദ് രാമായണേ വാൽമീകി ആദികാവ്യേ ചതുർവിംശതിസഹസ്രികായാം സംഹിതായാം ബാലകാണ്ഡേ കന്യാദാന പ്രതിശ്രോതാമ ഏകസപ്തതിതമഃ സർഗഃ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ ഹര നമ പാർവതീപതയേ ഹര ഹര മഹാദേവ. സർവത്ര ദേവീ നാമസങ്കീർത്തനം. ജയ ജയ ശ്രീ മഹാദേവിയേ നമ. അഥ ദ്വിസപ്തതിതമഃ സർഗഃ. ഗോദാനമംഗലം. തമുക്തവന്തം വൈദേഹം വിശ്വാമിത്രോ മഹാമുനി ഉവാച വചനം വീര്യം വസിഷ്ഠസഹിതോ നൃപം. അജന്ത്യാന പ്രമേയാനി കുലാനി നരപുംഗമ ഇക്ഷ്വാകൂണാം വിദാഹാനം നൈഷാം തുല്യോസ്തി കഞ്ചന സദൃശോ ധർമ്മസംബന്ധ സദൃശോ രൂപസമ്പദാം. രാമലക്ഷ്മണയോ രാജൻ സീതാചോർമിളയാ സഹ വക്തവ്യം ച നരശ്രേഷ്ഠ ശ്രൂയതാം വചനം മമ. ഭ്രാതായ വീയാൻ ധർമ്മജ്ഞ ഏഷ രാജാ കുശധ്വജാം. അസ്യ ധർമാത്മനോ രാജൻ രൂപേണോ പ്രതിബംഭുവീം സുതാദ്വയം നരശ്രേഷ്ഠ പത്ന്യർത്ഥം വരമായ ഹേ. ഭരതസ്യ കുമാരസ്യ ശത്രുഘ്നസ്യ ച ധീമതാം വരയേമ സുതേ രാജം സ്തയോരർത്ഥേ മഹാത്മനോ. പുത്രാ ദശരഥസ്യമേ രൂപയൗവനശാലിനാം ലോകപാലോപമാ സർവേ ദേവതുല്യപരാക്രമ ഉഭയോരവിരാജേന്ദ്ര സംബന്ധോ ഹനുബന്ധനാം. ഇക്ഷ്വാഗോകുലമവ്യഗ്രം ഭവത പുണ്യകർമ്മണാം. വിശ്വാമിത്രവച ശ്രുത്വാ വസിഷ്ഠസ്യ മതേ തദാം. ജനകപ്രാഞ്ജലിർവാക്യം ഉവാച മുനിപുംഗവവും കുലം ധനമിദം പണ്യേ യേഷാം നോ മുനിപുംഗവവും. സാദൃശം കുലസംബദ്ധം യഥാജ്ഞാപയപദ യഥസ്വയം. ഏവം ഭവതു ഭദ്രം വാ കുശധ്വജസുതേ ഇമേ പത്ന്യോ ഭജേതാം സഹിതോ ശത്രുഘ്നഭരതാവവും. ഏകാന്നാപു രാജപുത്രീണാം ചതസ്രണാം മഹാമുനേ പാണീം ഗൃഹണന്തു ചത്വാരോ രാജപുത്രാ മഹാബലാം. ഉത്തരേ ദിവസേ ബ്രഹ്മൻ ഫാൽഗുനീഭ്യം മനീഷിണാം വൈവാഹ്യം പ്രശംസന്തി ഭഗോ യത്ര പ്രജാപതി. ഏവമുക്താവച സൗമ്യം പ്രത്യുദ്ധായ കൃതാഞ്ജലി. ഉഭൗ മുനിവരോ രാജാ ജനകോ വാക്യമബ്രവീം. പരോ ധർമ്മകൃതോ മഹ്യം ശിഷ്യോസ്മി ബഹുദോ സദാം. ഇമാന്യാസനമുഖ്യാനി ആസാദാം മുനിപുംഗവും. യഥാ ദശരഥസ്യേയം തഥാ അയോധ്യാപുരീ മമാം. പ്രഭുത്വേ നാസ്തി സന്ദേഹോ യഥാഹം കർത്തുമർഹതാം. തഥാ ബ്രുവന്തി വൈദേഹേ ജനകേ രഘുനന്ദന. രാജാ ദശരഥോ ഹൃഷ്ട പ്രതിവാച മഹീപതിം. യുവാമസംഖ്യേയ ഗുണോ ഭ്രാതരോ മിഥിലേശ്വരോ. ഋഷയോ രാജസംകാശ ഭവദ്ഭ്യാമഭിപൂജിതാം. സ്വസ്തി പ്രാപ്നുഹി ഭദ്രം തേ ഗമിഷ്യാമി സ്വമാലയം. ശ്രദ്ധകർമാണി സർവാണി വിധാസ്യ ഇതി ചാബ്രവീം. തമാപൃഷ്ട നരപതിം രാജാ ദശരഥസ്തദാ. മുനീന്ദ്രോ തൗ പുരസ്കൃത്യ ജഗാമാശു മഹായശാം. സ ഗത്വാ നിലയം രാജാ ശ്രാദ്ധം കൃത്വാ വിധാനതാം. പ്രഭാതേ കാലിമുദ്ധ്യാ ചക്രേ ഗോദാനമുത്തമം. ഗവാം ശതസഹസ്രാണി ബ്രാഹ്മണേഭ്യോ നരാധിപാം. ഏകൈകശോ തദോ രാജാ പുത്രാനുദ്ദിശ്യ ധർമ്മതാം. സുവർണശൃംഗ സമ്പന്നാ സവത്സാകാംസിദോഹനാം. ഗവാം ശതസഹസ്രാണി ചത്വാരി പുരുഷർഷഭാം. വിത്തമന്യസ്യ സുബഹു ദ്വിതേഭ്യോ രഘുനന്ദനാം. ദദോ ഗോദാനമുദ്ദിശ്യ പുത്രാണാം പുത്രവത്സലാം. സസുതൈ കൃതഗോദാനൈർവൃത്തസ്തു നൃപതിസ്തതാം. ലോകപാലൈർഭാവാദി
ലോകപാലരിവാഭാതി വൃതഃ സൗമ്യ പ്രജാപതിം ഇത്യാശ്രേ ശ്രീമദ് രാമായണേ വാൽമീകിയാദികാവ്യേ ചതുർവിംശതി സഹസ്രികായാം സംഹിതായാം ബാലകാണ്ഡേ ഗോദാനമണ്ഡലം നാമ ദ്വിസപ്തതിസമസർഗ സർവത്ര ദേവീ നാമസങ്കീർത്തനം. ജയ ജയ ശ്രീ മഹാദേവി നമ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അഥ ത്രിസപ്തതിമസർഗ ദശരഥപുത്രോദ്വാഹ. യസ്മിൻസ്തു ദിവസേ രാജാ ചക്രേ ഗോദാനമുത്തമം തസ്മിൻസ്തു ദിവസേ ശൂരോ യുധാജിത് സമുപേയിവാൻ പുത്രകേകയരാജസ്യ സാക്ഷാത് ഭരതമാതുല ദൃഷ്ട്വാ പൃഷ്ട്വാ ച കുലം രാജാനാമിതമബ്രവീത്. കേകയാധിപതി രാജാ സ്നേഹാത് കുശലമബ്രവീൻ. യേഷാം കുശലകാമോസി തേഷാം സംപ്രത്യനാമയം. സ്വശ്രിയം മമ രാജേന്ദ്ര ദ്രഷ്ടുകാമോ മഹീപതി. തദർത്ഥമുപയാതോഹമയോധ്യാം രഘുനന്ദന. ശ്രുത്വാ ത്വഹം അയോധ്യായാം വിവാഹാർത്ഥം തവാത്മജാൻ. മിഥിലാമുപയാംസ്യാസ്തു ത്വയാ സഹ മഹീപതേ. ത്വരയാഭ്യുപയോദാഹം ദൃഷ്ടുകാമസ്സു സുശ്രുതം. അധ രാജാ ദശരഥപ്രിയാതിഥിമുപസ്ഥിതം. ദൃഷ്ടപരമസത്കാരേ പൂജനാർഹമുപൂജയൻ. തതസ്താമൂഷിതോ രാത്രിം സഹ പുത്രൈർമഹാത്മവീം. പ്രഭാതേ പുനരുത്ഥായ കൃത്വാ കർമാണി കർമ്മവിൻ. ഋഷീം സദാ പുരസ്കൃത്യ യജ്ഞവാടമുപാഗമൻ. യുക്തേ മുഹൂർത്തേ വിജയേ സർവാഭരണഭൂഷിതേ. ഭ്രാതൃഭിः സഹിതോ രാമകൃതകൗതുകമംഗല. വസിഷ്ഠം പുരതഃ കൃത്വാ മഹർഷീനപരാനഭി. പിതുः സമീപമാശ്രിത്യ തസ്ഥോ ഭ്രാതഭിരാവൃത. വസിഷ്ഠോ ഭഗവാനിത്യവൈദേഹമിതോബ്രവീൻ. രാജാ ദശരഥോ രാജൻ കൃതകൗതുകമംഗലൈഃ. പുത്രേ നരവശ്രേഷ്ഠ ദാതാരമഭികാംക്ഷതേ. ദാതൃപ്രതിഗൃഹീതാപ്യം സർവധാ പ്രഭവന്തി. സ്വധർമ്മം പ്രതിബദ്ധസ്യ കൃതാ വൈവാഹ്യമുത്തമം. ഇത്യുക്തഃ പരമോദാരോ വസിഷ്ഠേന മഹാത്മനാ. പ്രത്യുവാച മഹാതേജ വാക്യം പരമധർമ്മവിൻ. കസ്ഥിതഃ പ്രതിഹാരോ മേ കസ്യ ജ്ഞാസം പ്രതീക്ഷ്യതേ. സ്വഗൃഹേ കോ വിചാരോസ്തി യഥാ രാജ്യമിദം തവാം. കൃതകൗതുക സർവസ്വ വേദിമൂലമുപാഗതാം. മമ കന്യാ മുനിശ്രേഷ്ഠദീപ്താ വന്നേരിവാർഷിഷാം. സജ്ജോഹം തത്പ്രതിക്ഷ്യാസ്മി വേദ്യാമസ്യാം പ്രതിഷ്ഠിത. അവിഘ്നം ക്രിയതാം സർവം കിമർത്ഥം ഹി വിലംബ്യതേ. തദ്വാക്യം ജനകേനോക്തം ശ്രുത്വാ ദശരഥസ്തദാ പ്രവേശയാമാസ സുതാൻ സർവാൻ ഋഷിഗണാനഭീം. തതോ രാജാ വിദേഹാനാം വസിഷ്ഠമിതമബ്രവീം. കാരയസ്വൃഷേ സർവേ ഋഷിഭിः സഹധർമ്മികാം. രാമസ്യ ലോകരാമസ്യ ക്രിയാം വൈവാഹി പ്രഭോം. തഥേത്യുക്താദ് ജനകം വസിഷ്ഠോ ഭഗവാൻ ഋഷി വിശ്വാമിത്രം പുരസ്കൃത്യ ശതാനന്തം ച ധാർമ്മികം. പ്രഭാമത്യേ വിവിധദ്വേദീം കൃത്വാ മഹാദമാം. അലം ചകാര തദാം വേദീം ഗന്ധപുഷ്പൈ സമന്തതാം. സുവർണപാലികാഭിശ്ച ഛിദ്രകുംഭൈശ്ച സങ്കുരൈം. അങ്കുരാഢ്യൈ ശരാവൈശ്ച ധൂപപാത്രൈ സധൂപകൈം. ശംഖപാത്രൈ ശ്രുവൈശുഭി പാത്രൈരർഘ്യാഭിപൂരിതൈം. ലാജപൂർണൈശ്ച പാത്രൈഭിः രക്ഷതൈരഭിസംസ്കൃതൈം. ദർഭൈ സമയേ സമാസ്തീര്യ വിധിവന്മന്ത്രപൂർവകം. അഗ്നിമാദായ വേദ്യാം തോ വിധിവന്മന്ത്രപുരസ്കൃതം. ജുഹാവാന്നോ മഹാതേജോ വസിഷ്ഠോ ഭഗവാൻ ഋഷി. തഥാ സീതാം സമാനീയ സർവാഭരണഭൂഷിതം. സമക്ഷമഗ്നേ സംസ്ഥാപ്യ രാഘവാഭിമുഖേ ദദാം. അബ്രവീത് ജനകോ രാജ കൗസല്യാനന്ദവർദ്ധനം.
इयं सीता मम सुधा सह धर्मचरीतव प्रतीच्छ चैनां भद्रं ते पाणिं गृह्णीष पाणिना इयं सीता मम सुधां सह धर्मचरीतव प्रतीच्छ चैनं भद्रं ते पाणिं गृह्णीष पाणिना इयं सीता मम सुधा सह धर्मचरीतवां प्रतीच्छ चैनां भद्रं ते पाणिं गृह्णीष पाणिना पतिव्रता महाभागा छायेवानुगता तसदाम् इक्तता प्राक्षिपद्राजा मन्दरभूतं जलं ददां साधु साधीनि देवानां ऋषीणां वदतां तदा देवदुन्दुभिर्घोषा पुष्पवर्षो महानभूम् एवं दत्त्वा सुधां सीता मन्त्रोदपुरस्कृताम् अब्रवीज्जनको राजा हर्षणेभिः परिप्लुता लक्ष्मणाश्च भद्रं ते ऊर्मिळा उद्यतां मयां प्रदिच्छ पाणिं गृह्णीष्व मा भूत्कालस्य पर्या तवेम उक्ता जनदो हरदं चाप्यपाशदा पाणिं गृहाण माण्डव्य पाणिना रघुनन्दना शत्रुघ्नं चाभिधर्मात्मा अब्रवीज्जनकेश्वरां श्रुतकीर्त्या महाभागो पाणिं गृह्णीष्व पाणिना सर्वे भवन्त सौम्याश्च सर्वे सुचरितव्रतां पत्निभिः सन्तु गाङ्गुस्था मा भूत्कालस्य पर्या जनकस्य वचः श्रुत्वा पाणिं पाणिभिरस्पृशन् चत्वारस्ते चतसृणां वसिष्ठस्य मते स्थिताम् अग्निं प्रदक्षिणं कृत्वा वेदिं राजानमेव जाम् ऋषिश्चैव महात्मना सभार्यां रघुसत्तमा यथोक्तेन तदा चक्रुर्विवाहं विधिपूर्वकं काकुष्ठैश्च गृहीरेषु खलिलेषु ललितेषु च पाणिषु पुष्पवृष्टिं महासादीन् अन्तरिक्षात् शुभासुरां दिव्यदन्तुभिर्घोषैर्गीतवाक्यनिस्वनें नगरश्चाप्सरसङ्गां गन्धर्वाश्च जगुक्कलं विवाहैरहुमुख्यानां तदद्भुतमदृश्यताम् ईदृशे वर्तमाने तु तुल्यङ्गुष्ठनिनादिदे त्रिलक्ष्मीं ते परिक्रम्य ऊहुर्भार्या महाउजुता अधोपकार्यां जग्मुस्ते स भार्या रघुनन्दनां राजाप्यनुयो पश्यन् सर्षिः सङ्गसबान्धवाम् इत्याशे श्रीमद् रामायणे वाल्मीकि आदिकाव्ये चतुर्विंशतिसहस्रकाय संहितायां बालकाण्डे दशरथ पुत्रोद्वाहो नाम सप्ततितमः सर्गः सर्वत्र देवी नाम संकीर्तनं जय जय श्री महादेवी नमः हरे राम 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 हरे 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 कृष्ण 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 हरे हरे हर नमः पार्वतीपतये हर हर महादेव वामे भूमिसुधा पुरश्च हनुमान् पश्चात् सुमित्रासुधा शत्रुघ्नो भरतश्च पार्श्वतयोर्वायुवादिकोणेषु च सुग्रीवश्च विभीषणश्च विवराटरासुधो जाम्बवान् मध्ये नीलसरोजकोमलरुचिं रामं भजे श्यामळम् हर नमः पार्वतीपतये हर हर महादेव सर्वत्र देवी नाम संकीर्तनं जय जय श्री महादेवी नमः हर नमः पार्वतीपतये हर हर महादेव अथ चतुस्सप्ततिमः सर्गः जमज्ञाभियोग
അധരാത്ര്യാം വൃതീതായാം വിശ്വാമിത്രോ മഹാമുനി ആപൃച്ഛതോ രാജാനോ ജഗാമോത്തരപർവ്വതം ആശിർഭിപുരയിത്വാ ച കുമാരാംശ സരാഘവാൻ വിശ്വാമിത്രേ ഗതേ രാജാ വൈദേഹം മിഥിലാധിപം ജഗാമാശു രാജാ ദശരഥപുരീം ഗച്ഛന്തം തം തു രാജാനാമത്വ ഗച്ഛന്നരാധിപാം അധരാജ വിധേഹാനാം ദദൗ കന്യാധനം ബഹു ഗവാം ശതസഹസ്രാണി ബഹൂനി മിഥിലേശ്വര കമ്പലാനാം ച മുഖ്യാനാം ക്ഷൗമകോട്യാംബരാണി ച ഹസ്തൈശ്വരപാദം ദിവ്യരൂപം സ്വലംകൃതം ദദോ കന്യാവിദാദാസാം ദാസീ ദാസമനുത്തമം ഹിരണ്യസ്യ സുവർണസ്യ മുക്താനാം വിദ്രുമസ്യ ച ദദോ പരമസംഹൃഷ്ട കന്യാധനമനുത്തമം ദത്വാ ബഹുദം രാജാ സമനുജ്ഞാപ്യ പാർത്ഥിവം പ്രവിവേശസ്സു നിലയം മിഥിലാം മിഥിലേശ്വര രാജഭ്യായാധിപതി സഹപുത്രൈർമഹാത്മവീ ഋഷീൻ സർവാൻ പുരസ്കൃത്യ ജഗാമ സബലാനുഗാം ഗച്ഛന്തം തം നരവ്യാഘ്രം സർഷിസംഘം സരാഘവം ഘോരാസ്മ പക്ഷിണോ വാജോവ്യ ഹരന്തി സമന്തദാം ഭൗമാശ്ചൈവ മൃഗാ സർവേ ഗച്ഛന്തി സ്മ പ്രദക്ഷിണം താൻ ദൃഷ്ട്വാ രാജശാർദൂലോ വസിഷ്ഠം പര്യപൃച്ഛതാം അസൗമ്യ പക്ഷിണോ ഘോരാ മൃഗശ്ച വിപ്രദക്ഷിണാ കിമിദം ഹൃദയോത്കമ്പേ മനോമമ വിഷീദതീം രാജ്ഞോ ദശരഥശ്രുതാ വാക്യം മഹാർഷീം ഉവാചമധുരാം വാണീം ശ്രൂയതാമസ്യ യദ്ഫലം ഉപസ്ഥിതം ഭയം ഘോരം ദിവ്യം പക്ഷിമുഖാച്യുതം മൃഗാ പ്രശമന്ധ്യേതേ താപം സത്യജ്യതാമയം തേഷാം സമ്മതനാം തത്ര വായു പ്രാദുർബഭൂവഃ കമ്പയന്മേദിനിം സർവാം പാദയംശ്ച മഹാദ്രുമാൻ തമസാ സംവൃതഃ സൂര്യഃ സർവാനബഭുർപ്രബഭുർദിശാം ഭസ്മനാജാവൃതം സർവം സമൂഢമവദദ്ബലം വസിഷ്ഠർഷേശ്ചാന്യേ രാജാ ച സുതത്സദാം സസപ്ഞാ ഇവ തത്രാസൻ സർവമന്യദ്വിചേതനം തസ്മച്ഛിംസ്മസി ഘോരേ തസ്മിത്തമസി ഘോരേ തു ഭസ്മച്ഛന്നേവ സാ ചമൂം തദശ്ച ഭീമസങ്കാശം ജടാമണ്ഡലധാരണം ഭാർഗവം ജാമകൃത്യന്തം ജരാജരാജവിമർദ്ദനം കൈലാസമോ ദുർദർശം കാലാനിമിവ ദുസ്സഹം ജലന്തമു തേജോഭിർദുനിരീക്ഷ്യം പൃഥഗ്ജനൈം സ്കന്ധേ ചാസജ്യ പരശും ധനുർവിദ്യുത് ഗണോപമം പ്രഗൃഹ്യ ശരമുഖ്യം ച ത്രിപുരക്ഷം യദാഹരം തന്ദ്ദൃഷ്ട്വാ ഭീമസങ്കാശം ജ്വലന്തവിവാഹം വസിഷ്ഠപ്രമുഖാ സർവേ ജപഹോമപരായണ സംഗതാമണയഃ സർവേ ജംജൽ പുരഥോമിതാം കച്ചിത് പൃഥുവധാമശ്യേ ക്ഷത്രം നോത്സായയിഷ്യതീം പൂർവം ക്ഷത്രവധം കൃത്വാ ഗതമന്യുർഗതജ്വലാം ക്ഷത്രസ്യോത്സാദനം ഭൂയോ ന ഖൽവസ്യ ചികീർഷിതം ഏമുക്ത്വാ ഖമാദായ ഭാർഗവം ഭീമദർശനം ഋഷോ രാമ രാമേരി വജോമധർമ്മബ്രുവൻ പ്രതിഗൃഹതു തം പ്രജ്ഞാം ഋഷിദത്താം പ്രതാപവാൻ രാമം ദശരഥീം രാമോ ജാമാഗ്ന്യോഭ്യഭാഷതാം ഇത്യാശേ ശ്രീമദ് രാമായണേ വാൽമീകിയെ ആദികാവ്യേ ചതുർവിംശതിസഹസ്രികായാം സംഹിതായാം ബാലകാണ്ഡേ ജാമദഗ്നാഭിയോഗോ നാമ ചതുഃസപ്തതിപസ്സർഗ സർവത്ര ദേവീ നാമസങ്കീർത്തനം ജയ ജയ ശ്രീ മഹാദേവ്യേ നമഃ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ ഹരതമ പാർവതീപതയേ ഹര ഹര മഹാദേവ സർവത്ര ദേവീ നാമസങ്കീർത്തനം ജയ ജയ ശ്രീ മഹാദേവ്യേ നമ. അത പഞ്ചസപ്തതിമ സർഗ വൈഷ്ണവ ധനു പ്രശംസ രാമ ദശരഥേരവീര്യ വീര്യം ദേ ശ്രൂയതോദ്ഭുതം ധനുഷോഭേദനം ജൈവ നിഖിലേന മയാ ശ്രുതം തദ്ഭൂതിമചിന്യം ച വേദനം ധനുഷസ്ത്വയാം തത്ശ്രുത്വാ ഹനുമാനുപ്രാപ്തോ ധനുർഗൃഹ്യാപരം ശുഭം തദഹം ഘോരസങ്കാശം ജാമദഗ്ധ്യം മഹദ്ധനു പൂരയശ്ച ശരേണൈവ സ്വബലം ദർശയസ്വ മേ തദം ദേവലം ദൃഷ്ട്വാ ഹനുഷ്യോസ്യ പ്രഭൂരണേ ദ്വന്ദ്വയുക്തം പ്രദസ്യാം വീരശ്ലാഘ്യമഹം തവാം തസ്യ തദ്വചനം ശ്രുത്വാ രാജാ ദശരഥസ്തദാ വിഷണ്ണവദനോ ദീന പ്രാഞ്ജലിർവാക്യമബ്രവീം ശത്രുരോഷാത് പ്രശാന്തസ്ത്വം ബ്രാഹ്മണശ്ച മഹായശാം ബലാനാം മമ പുത്രാണാം അഭയം ദാതുമർഹസി ഭാർഗവാണാം കുലേ ജാത സ്വാധ്യായ വ്രതശാലിനാം സഹസ്രാക്ഷേ പ്രതിജ്ഞായ ശത്രം നിഷ്ഫിതവാഗ്നസീം സത്വം ധർമ്മപരോ ഭൂത്വാ കാശ്യപായ വസുന്ധരാം തത്വവനമുപാഗമ്യ മഹേന്ദ്രകൃതകേതന മമ സർവവിനാശായ സംപ്രാപ്തസ്ത്വം മഹാമുനെ ന ജൈകസ്മിൻ ഹതേ രാമേ സർവേ ജീവാമഹേ വയം ബ്രൂതത്യേവം ദശരഥേ ജാമജ്ഞപ്രതാപവാൻ അനാദത്രൈവ തദ്വാക്യം രാമ രാമേഭ്യവാഷതാം ഇമേ ദ്വേ ധനുഷി ശ്രേഷ്ഠേ ദിവ്യേ ലോകാഭിവിശ്രുതേ ഗൃഹേ ബലവതി മുഖ്യേ സുഹൃതേ വിശ്വകർമ്മണ അതിസൃഷ്ടം സുരേരേകം തത്രയംബകായ
യുത്സവേ ത്രിപുരക്രം നരശ്രേഷ്ഠ ഭഗ്നം ഗാകുൽസ്ഥയത്വയാം ഇതം ദ്വിതീയം ധനുർദർശം വിഷ്ണോർദത്തം സുരോത്തമേ തദ്ദം വൈഷ്ണവം രാമ ധനുപരപുരം ജയം സമാനസാരം ഗാകുൽസ്ഥ രൗദ്രണ ധനുഷാത്യുതം തഥാ ദേവതാ സർവ പൃച്ഛന്തി സ്മ പിതാമഹം ശിതകണ്ഠസ്യ വിഷ്ണോശ്ച ബലാബലനിരീക്ഷയാം അഭിപ്രായം തു വിജ്ഞായ ദേവതാനാം പിതാമഹ വിരോധം ജനയാമാസ തയോ സത്വപരീക്ഷയാ വിരോധേ ച മഹാശുദ്ധം അഭോദ്രോമഹർഷണം ശിതകണ്ഠസ്യ വിഷ്ണോശ്ച പരസ്പരജേഷിണോ തഥാതുജം വൃതം ശൈവം ധനുർഭീമപരാക്രമം ഹുങ്കാരേണ മഹാദേവ സ്തംഭതോഭദ്രോജനാം ദേവാസ്തദാ മഹാഗമ്യ ഷഷ്ഠിസംഗേ സചാരണേ യാചിതോ പ്രശമം തത്ര ജഗ്മതുസ്തോ സുരോത്തമോ ജന്മദന്ധന ദൃഷ്ട്വാ ശൈവം വിഷ്ണുപരാക്രമേ അതിദം മേനിരേ വിഷ്ണും ദേവാ ഷഷ്ഠി ഗണാസ്തദാം ധനുരുദ്രസ്തു സംവൃദ്ധോ വിദേഹേഷു മഹായശാം ദേവരാജസ്യ രാജശ്രേ ദദോ ഹസ്തേ സയാസസായകം ഇദം ച വൈഷ്ണവം രാമധനു പരപരം ജയം ഋചികേ ഭാർഗവേ പ്രാദ്വാദ് വിഷ്ണു സന്യാസമുത്തമം ഋചീകസ്തു മഹാതേജ പുത്രസ്യ പ്രതികർമ്മണാം പിതൃർമമ ദവൗദിദ്യം ജമദഗ്നേർമഹാത്മനാം ന്യസ്തശസ്ത്രേ വിതരിമേ തപോ ബലസമന്വിതേ അർജുനോ വിദതേ മൃത്യും പ്രാകൃത ബുദ്ധിമാസ്തിദാ പദമപ്രതിരൂപം തു വിത്തു ശ്രുത്വാ സുധാരണം ക്ഷത്രമച്ഛാദയൻ ദോഷജാതം ജാതമനേകശാം പൃഥ്വീം ചാഖിലാം പ്രാപ്യ കാശ്യപായ മഹാത്മനെ യജ്ഞസ്യാന്തെ തദാ രാമ ദക്ഷിണാം പുണ്യകർമ്മണേ ദത്വാ മഹേന്ദ്രനിലയസ്തഭോ ബലസമന്വിതാ തദിദം വൈഷ്ണവം രാമ പിതൃപൈതാമഹം ഛത്രധം പുരസ്കൃത്യ ഗൃഹീഷധനുരുത്തമം യോജസ് ധനുശ്രേഷ്ഠേ ശരം പരപുരഞ്ജയം യതി ശക്നോതി കാകുസ്ഥദ്വന്ദ്വം ദസ്യാമി തദാം ഇത്യാശയ ശ്രീമദ് രാമായണേ വാൽമീകേ ആദികാവ്യേ ചതുർവിംശതിസഹസ്രികായ സംഹിതായാം ബാലകാണ്ഡേ വൈഷ്ണവധനുപ്രശംസോ നാമ പഞ്ചസപ്തതിമഃ സർഗ സർവത്ര ദേവീ നാമ സങ്കീർത്തനം ജയ ജയ ശ്രീ മഹാദേവിയേ നമഃ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ ഹരതമ പാർവതീപതയേ ഹര ഹര മഹാദേവ സർവത്ര ദേവീ നാമ സങ്കീർത്തനം ജയ ജയ ശ്രീ മഹാദേവിയേ നമ അത ഷട്ട് സപ്തതിമസർഗ ജാമദജ്ഞപ്രതിഷ്ഠംഭ ശ്രുത്വാ തജ്ജഗാമസ്യ വാക്യം ദാശരഥിസ്തുതാം ഗൗരവാദ്യത്രിതകഥാ പിതൂരാമമധാബ്രവീം ശ്രുതവാനാസ്മി യത്കർമ്മ കൃതവാനസി ഭാർഗവാം അനുരാധ്യ മഹേ ബ്രഹ്മൻ പിതുരാന്യനൃണമാസ്ഥിതം വീരഹീനമവാശക്തം ക്ഷത്രധർമ്മേണ ഭാർഗവാം അവജാനാസി മേ തേജ പശ്യം മേദ്യ പരാക്രമം ഇത്യുക്ത്വാ രാഘവകൃത്തോ ഭാർഗവസ്യ ശരാസനം ശരം ച പ്രതിഗ്രാഹ ഹസ്താ ലഘുപരാക്രമാം ആരോപ്യ സ ധനൂരാമ ശരം സജ്ജം ശകാരഃ രാമദത്തം തദോ രാമം രാമക്രുദ്ധോ ബ്രവീദ്വിജാം ബ്രാഹ്മണോസീതി മേ പൂജ്യോ വിശ്വാമിത്രകൃതേന ജാം തസ്മാശക്തോ ന തേ രാമം മുക്തം പ്രാണഹരം ശരം ഇമാപാദഗതിം രാമ തപോബലസമാർജിതാൻ ലോകാന പ്രതിമാൻ വാദേ ഹനിഷ്യാമി യദിച്ഛസീം നഹ്യം വൈഷ്ണവോ ദിവ്യ ശരപഞ്ചപുൻ പരപുരം ജയാ മോഹപദ്ധതി വീര്യേണ ബലദർപ്പ വിനാശന വൈരായുധതരം രാമം ദൃഷ്ടും സർഷിഗണാസുര പിതാമഹം പുരസ്കൃത്യ സമോദാസ്ത്ര സമേതാ തത്ര സർവശാം ഗന്ധർവാപ്സരശ്ചൈവ സിദ്ധചാരണ കിന്നര ദ്രഷ്ടും മഹത്ഭുതം ജഡീകൃതേ തഥാ ലോകേ രാമേ വരധനുർധരേ നിർവീര്യോ ജാമദഗ്നോധ രാമോ രാമമുദൈക്ഷതം തേജോഭിഹത ധീര്യാച ജാമദഗ്നോ ജഡീകൃതാം രാമം കമലപത്രക്ഷം മന്ദം മന്ദമുവാജഹാം കാശിവായ മദാത്ത യഥാ പൂർവം വസുന്ധരാം വിഷയമേന വസ്തവ്യമിതി മാം കാശ്യപോ ബ്രവീൻ സോഹം ഗുരുവജകുർവം പൃഥിവ്യാം സവസേ നിശാം തഥാ പ്രതിജ്ഞാ കാകുൽസ്ഥ കൃത്വാ ഭൂകാശ്യപസ്സഹീം തദീമാം ത്വം ഗതിം വീര ഹന്തും നാർഹസി മാ രാഘവ മനോജവം ഗമിഷ്യായ മഹേന്ദ്രം പർവ്വതോപമം ലോകസ്ത്വപ്രതിമാ രാമ നിർജിതാസ്തപസാമയാ ജഹിപ്താഞ്ജരമുഖ്യേന മാ ഭൂത്കാലസ്യ പര്യയ അക്ഷയം മധുഹന്താരം ജാനാമി ത്വാം സുരോത്തമം ധനുഷ്യോസ്യ മഹാപാർശ്യം പരാമർശാൽ സ്വസ്തി സേതുപരം ദപാം ഏതേശ്വരണ സർവേ നിരീക്ഷന്തേ സമാഗതാം ത്വാമപ്രതികർമാണം അപ്രതിദ്വന്ദ്വമാഹവേം ന ചേയം മമ കാകുസ്ഥ വ്രീഡാ ഭൗതിമർഹസീം ത്വയാ ത്രൈലോക്യനാഥേന യദഹം വിമുഖീകൃത ശരമപ്രതിമം രാമ മുക്തുമർഹസി സുവ്രത ശരമോക്ഷ ഗമിഷ്യാമി മഹേന്ദ്രം പ്രബോധോത്തമം തഥാ ബ്രൂവതി രാമേതു ജാമദഗ്നപ്രതാപവാൻ രാമോദാശതി ശ്രീമാൻ ചുക്ഷേപശരമുത്തമം സഹദാൻ ദൃശ്യ രാമേണ സ്വാൻ ലോകാം സ്തപാർജിതാൻ ജാമദഗ്നോ ജഗാമാശു മഹേന്ദ്രം പ്രബോധോത്തമം തദവീതിർമിരാ സർവാ ദിശച്ചോപശതി
ദിശസ്തദാം സൂരാസർഷിഗണാരാമം സുഹൃദായുധം രാമം ദാശരഥിം രാമോ ജാമദഗ്ന പ്രശസ്യ ചാം തദപ്രദക്ഷിണം കൃത്വാ ജഗാമാത്മഗതിം പ്രഭും ഇത്യാശേ ശ്രീമദ് രാമായണേ വാൽമീകിയേനാദികവേ ചതുർവിംശതി സഹസ്രകാലസംഹിതായാം ബാലകാണ്ഡേ ജാമദഗ്ന പ്രതിഷ്ഠംഭോ നാമ സപ്തതിതമഃ സർഗം. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ ഹര നമ പാർവതീപതയേ ഹര ഹര മഹാദേവ സർവത്ര ദേവീ നാമസങ്കീർത്തനം ജയ ജയ ശ്രീ മഹാദേവിയേ നമഃ. അത സപ്തതിമഃ സർഗ. അയോധ്യാപ്രവേശ. ഗതേ രാമ പ്രശാന്താത്മാ രാമോ ദാശരഥിർധനു വരുണായ പ്രമേയായ ദദോ ഹസ്തേ സസായകം അഭിവാദ്യ തതോ രാമോ വസിഷ്ഠ പ്രമുഖാനുഷീൻ പിതരം വിഹ്വലം ദൃഷ്ട്വാ പ്രോവാച രഘുനന്ദന ജാമദഗ്നോ ഗതോ രാമ പ്രയാതുച്യുതരംഗിണീം അയോധ്യാഭിമുഖീ സേനാ ത്വയാ നാഥേന വാലിതാം രാമസ്യ വചനം ശ്രുത്വാ രാജാ ദശരഥസുതം ബാഹുത്വാം സംപരിഷ്വജ്യ മൂർധനിച്ഛാഖ്യായ രാഘവം ഗതോ രാമ ഇതി ശ്രുത്വാ ഹൃഷ്ടപ്രമുദിതോ നൃപ പുനർജാതം തദാ മേ പുത്രമാത്മാനമേവ ജാം ചോദയാമാസ താം സേനാം ജഗമാശു തദാ പുരീം പതാകാധ്വജിനീം രമ്യാം തുജ്യോ കുഷ്ഠനിനാദിതാം സിക്തരാജപദാം രമ്യാം പ്രകീർണ കുസുമോത്കരാം രാജപ്രവേശ സുമുഖേ പരൈർമംഗലവാദിഭീം സമ്പൂർണാം പ്രാവിശദ്രാജാ ജനൗഖേ സമലംകൃതാം പൗര്യേ പ്രദ്യുദ്ഗതോ ദൂരം ദ്വിജൈശ്ച പുരവാസിഭീം പുത്രൈരനുഗത ശ്രീമാൻ ശ്രീമദ്ഭിശ്ച മഹായശ പ്രവേശ ഗൃഹം രാജാ ഹിമവത്സദൃശം പ്രിയം നന്ദനസ്സു ജനൈ രാജാ ഗൃഹേ കാമേഷു പൂജിതാം കൗസല്യാ ച സുമിത്രാ ച കൈകേയീ ച സുമധ്യമാം വധുപ്രതിഹതേ യുക്താ യാശ്ചന്യാ രാജയോഷിതാം തദസീതാ മഹാഭാഗമൂർത്തി च यशस्विनीं कुशध्वजसुतेजोभ्ये जगृहुरुतिपत्न्यां मङ्गलालापनैश्चैव शोभिता क्षमौ वाससाम् देवदायादन्यासु सर्वदास्ता प्रत्यपूजयन् अभिवाद्याभिवाद्यांश्च सर्वा राजसुता ददाम् स्वसं गृहमधासाद्य कुबेर भवनोपमं गोभिर्धनैश्च धान्यैश्च तर्पयित्वा द्विजोत्तमान् रेमिरे मुदुदा सर्वा भर्तृभिः सहितारहां कुमाराश्च महात्मानो वीर्याण प्रतिमा भुवि कृतदारा कृतास्ताश्च सधना सुहृज्जना शुश्रूषमाणा पितरं वर्तयन्ति नरर्षभां काले काले तु नीतिज्ञानस्तोषयन्तो गुरुं गुणैं कस्यचित्तकालस्य राजा दशरथसुतम् ഭരതം കൈകേയീ പുത്രമബ്രുവൈദ് രഘുനന്ദന അയം ജയകയരാജസ്യ പുത്രോ വസതിപുത്രകാം ത്വാം നേതുമാഗതോ വീര യുധാദിത്മാതുലസ്തവാം സുത്വാ ദശരഥസ്തയേതദ് ഭരത കൈകേയീ സുതാം ഗണയാ ഗമാനായാഭിചക്രാമ ശത്രുഘ്നസഹിതാസ്തുതാം അപൃച്ഛ പിതരം ശൂരോ രാമം ചക്ലിഷ്ടകാരിണം മാതശ്ചാപി നരശ്രേഷ്ഠാ ശത്രുഘ്നസഹിതോയം യുധാദിത്പ്രാപി ഭരതം സശത്രുഘ്നം പ്രഹർഷിതാം സ്വപുരം പ്രാവസിദ്വീര്യ പിതാസ്യ തസ്യ തുതോഷഃ ഗതേ ച ഭരതേ രാമോ ലക്ഷ്മണശ്ച മഹാബല പിതരം ദേവസങ്കാശം പൂജയാമാസുതസ്തുതാം പിതൃരാജ്ഞാം പുരസ്കൃത്യ പൗരകാര്യാണി സർവശാം ചകാര രാമോ ധർമാത്മപ്രിയാണി ച ഹിതാനി ച മാതൃഭ്യോ മാതൃകാര്യാണി കൃത്വാ പരമയന്ത്രിതാം ഗുരുണാം ഗുരുകാര്യാണി കാലേ കാലേന്യവൈഷ്ഠതാം एवं दशरथ प्रीतो ब्राह्मणानेकमास्तुतां रामस्य शीलवृत्तेन सर्वे विषयवासिनां तेषामतिशयालोके रामसत्यपराक्रमां स्वयंभूरिव भूतानां बभूव गुणवत्तरां रामस्तु सीतया सार्धं विजहार बहून्नृतन् मनसि तद्गमनादित्यं हृदि समर्पितां प्रियादु सीता रामस्य दारा पितृकृता इति गुणाद्रूपगुणाश्चापि प्रीतिर्भूयोऽभ्यवर्धतां तस्या च वर्त्वादिगुणं हृदये परिवर्तते अन्तर्गतमविव्यक्तामाख्याति हृदयं तस्य भूयो विशेषेण मैथिली जनकात्मजा देवदाविसमारूपे सीता श्रीरिवरूपिणीं तया स राजर्षि सुतोभिरामया समेयिवानुत्तमराजकन्या अतीव राम शुभेदिकामया विभुश्रिया विष्णुरिवामहेश्वरा इवामरेश्वराम्
ഇത്യാശേ ശ്രീമദ് രാമായണേ വാൽമീകിയാദികാവ്യേ ചതുർവിംശതി സഹസ്രികായാം സംഹിതായാം ബാലകാണ്ഡേ അയോധ്യാ പ്രവേശോ നാമ സപ്തതിതമഃ സർഗാം ശ്രീമദ് വാൽമീകി രാമായണ ബാലകാണ്ഡ സമ്പൂർണ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. വാമേ ഭൂമിസുധാപുരശ്ച ഹനുമാൻ പശ്ചാത് സുമിത്രാസുധാ ശത്രുഘ്നോ ഭരതശ്ച പാർശ്വതലയോർവായാദികോണേഷു ജാം സുഗ്രീവശ്ച വിഭീഷണശ്ച വിരാട്ടാരാസുധോ ജാംബുവാൻ മധ്യേ നീലസരോജകോമലുരുചിം രാമം ഭജേ ശ്യാമളം. നമോസ്തു രാമായ സലക്ഷ്മണായ ദേവേ ച തസ്യേ ജനകാത്മജായേ നമോസ്തു രുദ്രേന്ദ്ര യമാനിലേഭ്യോ നമോസ്തു ചന്ദ്രാർക്കമരുദ്ഗണേഭ്യാം. ഹര നമ പാർവതീപതയേ ഹര ഹര മഹാദേവ സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ജയ ജയ ശ്രീ മഹാദേവ്. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹീഷാ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു. കാലേ വർഷതു പർജന്യ പൃഥിവീ സസ്യശാലിനി ദേശോയം ക്ഷോഭരഹിതോ ബ്രാഹ്മണാ സന്തു നിർഭയാം അഭിത്വാ പുത്രിണഃ സന്തു പുത്രിണഃ സന്തു പൗത്രിണാം അധനാ സദനാ സന്തു ജീവന്തു ശരദാം ശതം. ചരിത്രം രഘുനാഥസ്യ ശതകോടി പ്രവിസ്തരം ഏകൈകമക്ഷരം പ്രോക്തം മഹാപാതകനാശനം. ശൃണ്വൻ രാമായണം ഭക്ത്യാ യപാദം പദമേവ വാ സ യാതി ബ്രാഹ്മണസ്ഥാനം ബ്രഹ്മണാ പൂജ്യതേ സദാ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. യന്മംഗളം സഹസ്രാക്ഷേ സർവദേവ നമസ്കൃതേ വൃത്രനാശേ സമഭവൻ തത്തേ ഭവതു മംഗളം. മംഗളം കോസലേന്ദ്രായ മഹനീയ ഗുണാബ്ധയേ ചക്രവർത്തി തനൂജായ സാർവഭൗമായ മംഗളം. യന്മംഗളം സുവർണസ്യ വിനതാ കൽപ്പയത് പുരാ അമൃതം പ്രാർത്ഥയാനസ്യ തത്തേ ഭവതു മംഗളം. അമൃതോത്പാദനേ ദൈത്യ നഘ്നദോ വജ്രധര്യസായ അതിർമംഗളം പ്രാത തത്തേ ഭവതു മംഗളം. ത്രിവിക്രമാൻ പ്രക്രമദോ വിഷ്ണോരമിത തേജസാം യദാസീൻ മംഗളം രാമ തത്തേ ഭവതു മംഗളം. ഋതവസാഗരാദ്വിവാ വേദാലോകാദിശശ്ചതേ മംഗളാനി മഹാബാഹോ ദിശന്തു ദിശന്തു തവ സർവദാം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീ സദാശിവായേതി സമർപ്പയാമി. ശ്രീ ലളിതാംബികായേതി സമർപ്പയാമി. യദക്ഷരപദപൃഷ്ടം മാത്രാഹീനം തു യദ്ഭവേത് തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തേ. വിസർഗബിന്ദുമാത്രാണി പദപദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പരമേശ്വരീ. ഹര നമ പാർവതീപതയേ ഹര ഹര മഹാദേവ സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ജയ ജയ ശ്രീ മഹാദേവ്യേ നമഃ. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹീഷാ. ഹരിശ്രീ ഗണപതയേ നമ. വിഘ്നമസ്തു. ഓം ഗും ഗുരുഭ്യോ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീ ഹരേ നമ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ജയ ജയ ശ്രീ മഹാദേവിയേ നമഃ. നമസ്തേ. ജനകസന്നിധിയിൽ നിന്നും എത്തിയ ദൂതന്മാർ പറഞ്ഞതനുസരിച്ച് ദശരഥ മഹാരാജാവ് മിഥിലയിലേക്ക് ശ്രീരാമാദികളുടെ വിവാഹത്തിനായി പുറപ്പെടുന്നതാണ് 69-ാം അധ്യായത്തിൽ. ഉപാധ്യായനോടും ബന്ധുക്കളോടും കൂടിയ ദശരഥൻ സന്തോഷപൂർവ്വം സുമന്ത്രരോട് ഇപ്രകാരം പറഞ്ഞു: എന്റെ ധനാധ്യക്ഷന്മാരേവരും വേണ്ടത്ര ധനവും രത്നങ്ങളും എടുത്ത് ശ്രദ്ധയോടെ മുമ്പേ പോകട്ടെ. ചതുരംഗസേന വേഗം പുറപ്പെടട്ടെ. ഇപ്പോൾ തന്നെ പല്ലക്കും നല്ല കുതിരയും തയ്യാറാവട്ടെ. വസിഷ്ഠൻ, വാമദേവൻ, ജാബാലി, കശ്യപൻ, മാർക്കണ്ഡേയൻ, ദീർഘായുസ്, കാർത്യായന ഋഷി എന്നീ ബ്രാഹ്മണർ മുമ്പിൽ സഞ്ചരിക്കട്ടെ. എന്റെ തേര് പൂട്ടുക. അമാന്തം വരാതിരിക്കാൻ ദൂതന്മാർ എന്നെ ബന്ധപ്പെടുത്തുന്നു. ഋഷികളോടൊത്തു യാത്ര ചെയ്യുന്ന രാജാവിനെ ചതുരംഗസേന അനുഗമിച്ചു.
4 നാൾ കൊണ്ട് വിദേഹത്തിലെത്തിയവർ. വാർത്ത കേട്ട് ജനകൻ സത്കാരത്തിനു വേണ്ട ഏർപ്പാടുകൾ ചെയ്തു. ജനകൻ വൃദ്ധനായ ദശരഥന്റെ സമീപമെത്തി അതിയായ മോദമാർന്നു. ജനകൻ സസന്തോഷം ദശരഥനോട് പറഞ്ഞു, രാജൻ, അങ്ങേക്ക് സ്വാഗതം. എന്റെ ഭാഗ്യം കൊണ്ടങ്ങ് വന്നു ചേർന്നു. ഇരുപുത്രരും വീരലബ്ധമായ പ്രീതി അങ്ങേക്ക് ലഭിക്കും. എല്ലാ ദ്വിജോത്തമരുമൊത്ത് ഭഗവാൻ വസിഷ്ഠ മഹർഷിയും വന്നെത്തി. ദൈവാനുകൂല്യത്താൽ എന്റെ വിഘ്നങ്ങളെല്ലാം നീങ്ങി. വീരശാലികളായ രഘുക്കളുടെ ചർച്ചയാൽ എന്റെ കുലം പൂജിതമായി. രാജൻ, നാളെ യജ്ഞാനന്തരം ഉത്തമ മഹർഷികളെ കൊണ്ട് വിവാഹം നടത്തിത്തരണം. അത് കേട്ട് ദശരഥൻ ഋഷിവത്തിയെ ഇപ്രകാരം പറഞ്ഞു, പ്രതിഗ്രഹം ധാതൃവിധേയമെന്ന് പണ്ടേ ഞാൻ കേട്ടിട്ടുണ്ട്. ധർമ്മജ്ഞ, അങ്ങ് നിർദ്ദേശിക്കും പോലെ ഞങ്ങൾ ചെയ്തുകൊള്ളാം. സത്യവാദിയായ ദശരഥന്റെ ധർമ്മിഷ്ഠവും യശസ്കരവുമായ വാക്യം കേട്ട് വിദേഹൻ വിസ്മയം പൂണ്ടു. മാമുനിമാരേവരും പരസ്പര സമാഗമത്തിൽ അതീവ സന്തോഷം പൂണ്ട് അന്ന് രാത്രി സുഖമായി വസിച്ചു. അനന്തരം രാമലക്ഷ്മണന്മാർ വിശ്വാമിത്രന്റെ പിന്നാലെ ചെന്ന് പിതൃപാദങ്ങൾ വന്ദിച്ചു. പുത്രന്മാരെ കണ്ട് പരമപ്രീതനായ ദശരഥൻ ജനകനാൽ സത്കൃതനായി സസുഖം പാർത്തു. തത്വജ്ഞനായ ജനകനും യഥാവിധി ഇരുമക്കൾക്കും വേണ്ട യജ്ഞക്രിയകൾ ചെയ്ത് രാത്രി കഴിച്ചുകൂട്ടി. പ്രഭാതത്തിൽ മഹർഷികളാൽ കർമ്മം ചെയ്യിക്കപ്പെട്ട ജനകൻ പുരോഹിതനായ ശതാനന്ദനോട് പറഞ്ഞു, അതിധാർമ്മികനും എന്റെ അനുജനും ആയ കുശധ്വജൻ നീർനെല്ലി വളരുന്ന ഇന്ദുമതി നദിയുടെ തീരത്ത് സാങ്കാശ്യം എന്ന പുണ്യപുരത്തിൽ വാഴുന്നു. അവനെ എനിക്ക് കാണണം. അവൻ എന്റെ യജ്ഞപാലകനാവണം. ഈ സന്തോഷം എന്നോടൊപ്പം അവനും അനുഭവിക്കണം. അപ്പോൾ ദൂതന്മാരെത്തി. രാജാജ്ഞയാ അവർ വേഗമേറുന്ന കുതിരകളേറി പുറപ്പെട്ടു. സംകാശത്തിലെത്തി അവർ കുശധ്വജനെ കണ്ടു. ജനകന്റെ അഭിപ്രായം യഥാവിധി അറിയിച്ചു. ജനകന്റെ ആജ്ഞ അനുസരിച്ച് ദൂതന്മാർ കൊണ്ടുവന്ന സന്ദേശപ്രകാരം കുശധ്വജൻ വന്നുയർന്നു. ജനകനെ കണ്ടു. ശതാനന്ദനെയും ജനകനെയും വന്ദിച്ച് കുശധ്വജൻ രാജാർഹമായ ദിവ്യാസനത്തിൽ ഉപവിഷ്ടനായി. തേജസ്വികളായ ആ സോദരന്മാർ മന്ത്രിശ്രേഷ്ഠരായ സുദാമനോട് പറഞ്ഞു, മന്ത്രിസത്തമ, അങ്ങ് പോയി ദശരഥനെ പുത്രന്മാരോടും മന്ത്രിമാരോടുമൊപ്പം വേഗം കൂട്ടിക്കൊണ്ടുവരിക. മന്ത്രി ചെന്ന് ദശരഥനെ കണ്ടു കുമ്പിട്ടറിയിച്ചു. അയോധ്യാധിപതേ, മിഥിലേശ്വരൻ ഉപാധ്യായ പുരോഹിതന്മാരോടൊത്ത് അങ്ങയെ കാണാൻ കാത്തിരിക്കുന്നു. അത് കേട്ട് ഋഷികളോടും സ്വജനങ്ങളോടുമൊത്ത് ദശരഥൻ ജനകസമീപമെത്തി. മന്ത്രിമാരോടും പുരോഹിതന്മാരോടും ബന്ധുക്കളോടുമൊത്ത് ദശരഥൻ ജനകനോടറിയിച്ചു, ഹേ മഹാരാജൻ, എല്ലാ കാര്യത്തിലും ഇക്ഷ്വാകുകുലവ ദൈവതമായ വസിഷ്ഠ മഹർഷിയാണ് ഞങ്ങളുടെ വക്താവ് എന്ന് അങ്ങേക്കറിയാമല്ലോ. ഇത് പറഞ്ഞ് ദശരഥൻ മൗനമാർന്നപ്പോൾ വസിഷ്ഠൻ പുരോഹിതസദനായ വൈദേഹനോട് പറഞ്ഞു, അവ്യക്ത പ്രഭുനാണ് നിത്യനായ ബ്രഹ്മാവ്. ബ്രഹ്മാവിൽ നിന്ന് മരീചി, തൽപുത്രൻ കശ്യപൻ, കശ്യപൻ വിവസ്വാൻ, തത്പുത്രൻ മനുവത്രേ ആദ്യത്തെ രാജാവ്. മനുവിന്റെ മകൻ ഇക്ഷ്വാകു അയോധ്യയിലെ ആദ്യത്തെ അരജൻ ഇക്ഷ്വാകു ആണെന്നറിഞ്ഞാലും ഇക്ഷ്വാകുവിന്റെ പുത്രനായ കുക്ഷി എന്ന് പ്രസിദ്ധ പൂണ്ടവൻ. കുക്ഷിയുടെ മകൻ വികുക്ഷി, തന്മകൻ ബാണൻ, ബാണപുത്രൻ അനരണ്യൻ, തത്സുതൻ പൃഥുപുത്രൻ തൃശങ്കു, തത്പുത്രൻ ധുന്ദുമാരൻ, അവന്റെ മകൻ മഹാരഥനായ യുവനാശൻ, തത്സുതൻ മാന്ധാതാവിന്റെ പുത്രൻ സുസന്ധിക്ക് ധ്രുവസന്ധി, പ്രസേനജിത്ത് എന്ന 2 പുത്രന്മാർ. ധ്രുവസന്ധിയുടെ പുത്രൻ ഭരതൻ, തത്പുത്രൻ അസിതൻ. ഹൈഹയന്മാർ, താലജഘ്നന്മാർ, ശശബിന്ദുക്കൾ എന്നീ അയൽ രാജ്യങ്ങൾ അസീതന് ശത്രുക്കളായി തീർന്നു. അവരുമായി പോരാടി അദ്ദേഹം 2 ഭാര്യമാരോടൊപ്പം നാട് വിട്ട് ഹിമാലയത്തിലേക്ക് പോയി. ബലം ക്ഷയിച്ച അസീതൻ കാലധർമ്മം പ്രാപിച്ചു. അദ്ദേഹത്തിന് 2 ഭാര്യമാർക്കും ഗർഭമുണ്ടായിരുന്നു. ഒരുവൾ ഗർഭം നശിപ്പിക്കാൻ സപത്നിക്ക് വിഷം കൊടുത്തു. അന്ന് മനോഹരമായ ഹിമാചലത്തിൽ പ്രഭുജാതനായ ച്യവനൻ സാനന്ദം പാർത്തിരുന്നു. മഹാഭാഗനായ സപത്നി കാളന്തി പുത്രകാംക്ഷയ ച്യവനനെ ചെന്ന് വന്ദിച്ചു. അദ്ദേഹം അവളോടരുളി, മഹാഭാഗെ, നിന്റെ വയറ്റിൽ നിന്ന് വൈകാതെ മഹാവീരനായൊരു മകൻ പിറക്കും. ഗരത്തോടൊപ്പം അവൻ പിറക്കും. ദുഃഖം വേണ്ട. പതിവിരഹിതയായ പതിവ്രത ച്യവനനെ വണങ്ങി. അവൾ ഒരു പുത്രനെ പ്രവചിച്ചു. ഗർഭം നശിപ്പിക്കാൻ സപത്നി നൽകിയിരുന്ന ഗരത്തോടൊപ്പം ജനിച്ചവൻ സഗരൻ എന്നറിയപ്പെട്ടു. സഗരപുത്രൻ അസമഞ്ജൻ, അവന്റെ പുത്രൻ അംശുമാൻ, തൽപുത്രൻ ദിലീപൻ, ദിലീപപുത്രനായ ഭഗീരഥന്റെ പുത്രൻ കാകുൽസ്ഥൻ, അവന്റെ പുത്രൻ രഘുവിന്റെ തേജസ്വിയായ പുത്രൻ നരഭോജിയായ കൽമാഷപാതനായി തീർന്നു. അവന്റെ പുത്രൻ ശംഖണൻ, തൽപുത്രൻ സുദർശനൻ, അവന്റെ മകൻ അഗ്നിവർണ്ണനിൽ നിന്ന് ശീഘ്രകൻ, അവന്റെ മകൻ മരുപുത്രൻ പ്രശുക്രൻ, അവന്റെ പുത്രൻ അംബരീഷൻ, അംബരീഷപുത്രൻ നഹുഷൻ, നഹുഷപുത്രൻ യയാതി, യയാതിയുടെ പുത്രൻ നാഭാഗൻ,
നാഭാഗപുത്രൻ അജൻ. അജന്റെ പുത്രനാണ് മഹാരാജാവേ ദശരഥൻ. ദശരഥ പുത്രന്മാരാണ് രാമനും ലക്ഷ്മണനും. ആദ്യം മുതൽ ശുദ്ധ വംശജാതരും പരമധാർമ്മികരും സത്യവാദികളുമാണ് ഇക്ഷ്വാകുലജാതന്മാർ. രാമലക്ഷ്മണന്മാർക്കു വേണ്ടി അങ്ങയുടെ പുത്രിമാരെ ഞാൻ വരിക്കുന്നു. സദൃശരെ സദൃശർക്ക് നൽകിയാലും. ഇങ്ങനെ പറയേ ജനകൻ തൊഴുകയോടെ അറിയിച്ചു, അങ്ങേക്ക് ഭദ്രം. ഞങ്ങളുടെ കുലപാരമ്പര്യം പറയാം, കേട്ടാലും. വിവാഹാവസരത്തിൽ വംശപാരമ്പര്യമെല്ലാം അഭിജാതൻ പറയേണ്ടതുണ്ടല്ലോ. സ്വകർമ്മത്താൽ ത്രിലോകങ്ങളിലും വിശ്രുതനായ പരമധർമാത്മാവായ നിമി എന്നൊരു രാജാവുണ്ടായിരുന്നു. നിമിയുടെ പുത്രൻ മിഥി, മിഥിയുടെ പുത്രൻ ജനകൻ. ജനകന്മാരിൽ ഒന്നാമൻ അദ്ദേഹമാകുന്നു. ജനകപുത്രൻ ഉദാവസു, തത്സുതൻ നന്ദിവർദ്ധനൻ. അവന്റെ പുത്രൻ സുകേതു, തത്പുത്രൻ ദേവരാജൻ. അവന്റെ മകൻ ബൃഹദ്രഥൻ, തത്സുതൻ മഹാവീരൻ. അവന്റെ മകൻ സുധൃതി, സുധൃതിയുടെ പുത്രൻ ദഷ്ടകേതു, തത്പുത്രൻ ഹര്യശൻ, തത്പുത്രൻ മരു, മരുപുത്രൻ പ്രതിന്ദകൻ. അവന്റെ മകൻ കീർത്തിരഥൻ, തത്സുതൻ ദേവമീഡൻ, ദേവമീയുടെ പുത്രൻ വിബുധൻ. അവന്റെ മകൻ മഹീധകൻ, തത്പുത്രൻ കീർത്തിരാജൻ. അവന്റെ മകൻ മഹോരോമാവ്, തത്സുതൻ സ്വർണരോമാവ്. അവന്റെ പുത്രൻ ഹ്രസ്വരോമാവ്. ധർമ്മജ്ഞനായ അദ്ദേഹത്തിന്റെ 2 പുത്രന്മാർ, ജ്യേഷ്ഠൻ ഞാനും എന്റെ അനുജൻ കുശധ്വജനും. ജ്യേഷ്ഠനായ എന്നെ രാജാവായി അഭിഷേകം ചെയ്ത് കുശധ്വജന്റെ ഭാരവും എന്നിലേൽപ്പിച്ച അച്ഛൻ വനവാസത്തിനു പോയി. വൃദ്ധനായ അച്ഛൻ മരിച്ചപ്പോൾ ഞാൻ ഭാരം ഏറ്റെടുത്തു. അനുജൻ കുശധ്വജനോട് സ്നേഹപൂർവ്വം വർദ്ധിച്ചു. ഏതാനും നാൾ കഴിഞ്ഞപ്പോൾ സംഘാശിപുരത്തുനിന്ന് സുധന്വാൻ എന്ന വീരൻ വന്നു. മിഥില ആക്രമിച്ചുകൊണ്ട് അവൻ ദൂതനെ പറഞ്ഞയച്ചു, ഉത്തമമായ ശൈവജാപവും പത്മാക്ഷിയായ സീതയെയും എനിക്ക് തരിക. അവൻ കൊടുക്കാഞ്ഞതിനാൽ അവൻ എന്നോട് യുദ്ധം ചെയ്തു. യുദ്ധത്തിൽ സുധന്വാവിനെ ഞാൻ കൊന്നു. മാമുനെ, സുധന്വാവിനെ കൊന്ന ശേഷം സാങ്കാശത്തിൽ രാജാവായി ഞാൻ കുശധ്വജനെ വാഴിച്ചു. ഇവൻ എന്റെ അനുജൻ, ഞാൻ ജ്യേഷ്ഠൻ. മഹർഷി, അതിയായ സന്തോഷത്തോടെ ഞാൻ 2 വധുക്കളെ തരുന്നു. സീതയെ രാമനും ഊർമിളയെ ലക്ഷ്മണനും. സുരസുതനോപമയും വീരശുൽക്കിയും എന്റെ പുത്രിയുമായ സീതയെയും പിന്നെ ഊർമിളയെയും തരുന്നു എന്ന് 3 വട്ടം പറയുന്നു. സംശയമേതുമില്ല. പരമപ്രീതിയോടെ മാമനെ 2 വധുക്കളെ രാമലക്ഷ്മണന്മാർക്ക് ഞാൻ തരുന്നു. ഹേ രാജൻ, ഗോദാനവും പിതൃകാര്യവും ചെയ്യുക. അങ്ങേക്ക് ഭദ്രം. പിന്നെ വൈവാഹികവും ചെയ്യുക. ഇന്നു മകം, മറ്റന്നാൾ ഉത്രം നാളിൽ വിവാഹം നടത്തുക. രാമലക്ഷ്മണന്മാർക്ക് വേണ്ടി സൗഖ്യദായകമായ ദാനവും ചെയ്താലും. ബാലകാണ്ഡം 72 സർഗത്തിൽ ഗോദാനധർമ്മമാണ്. വൈദേഹൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ വസിഷ്ഠന്റെ അരികിൽ നിന്ന് വിശ്വാമിത്രൻ പറഞ്ഞു, അല്ലയോ നരവര, ഇക്ഷ്വാകുക്കളുടെയും വിദേഹരുടെയും കുലങ്ങൾ അചിന്യങ്ങളും അപ്രമേയങ്ങളുമാകുന്നു. ഇവർക്ക് തുല്യം ആരുമില്ല. രാമനും ലക്ഷ്മണനും യഥാക്രമം സീതയോടും ഊർമിളയോടുമുള്ള ഈ വിവാഹം ധർമ്മം കൊണ്ടും സാരൂപ്യം കൊണ്ടും സദൃശം തന്നെ. രാജൻ, ഒന്നുകൂടി പറയാനുണ്ട്, അത് കേട്ടാലും. അങ്ങയുടെ അനുജനായ ഈ കുശധ്വജന്റെ 2 പുത്രിമാരെ ഭരതനും ശത്രുഘ്നനും വധുക്കളായി ഞങ്ങൾ വരിക്കുന്നു. രൂപയൗവനശാലികളായ ഇവർ ദശരഥന്റെ പുത്രന്മാരാകുന്നു. അവർക്ക് വേണ്ടി അങ്ങയുടെ കന്യകളെ ഞങ്ങൾ വരിക്കുന്നു. ദശരഥപുത്രന്മാരായ ഇവർ ലോകപാലകൻ സമന്മാരും ദേവതുല്യ പരാക്രമന്മാരുമാകുന്നു. ഇവരിരുവരെയും കൂടി വിവാഹബന്ധത്താൽ ബന്ധിച്ചാലും ഇക്ഷ്വാകുവംശം പവിത്രം, പുണ്യവാനായ അങ്ങയുടെ വംശവും അങ്ങനെ തന്നെ. വിശ്വാമിത്രൻ പറഞ്ഞത് കേട്ടപ്പോൾ വസിഷ്ഠാനുമതിയോട് ജനകൻ കൈകൂപ്പിക്കൊണ്ട് മാമിനിമാരോട് അറിയിച്ചു, അവിടുന്ന് ആജ്ഞാപിക്കുന്ന ഈ കുലബന്ധം സദൃശം തന്നെ. അങ്ങനെയാവട്ടെ. ഭവാന്മാർക്ക് ഭദ്രം. കുശധ്വജ പുത്രിമാരായ ഇവർ ഭരത ശത്രുഘ്നന്മാരുടെ പത്രിമാരായി തീരട്ടെ. രാജപുത്രിമാർ 4 വിവാഹം ഒരേ നാൾ നടക്കട്ടെ. വിവാഹത്തിന് ഉത്രം നാൾ വിശിഷ്ടമെന്ന് ശിഷ്ടന്മാർ പറയുന്നു. അതിന് പ്രജാപതി ഭഗനാണല്ലോ. ഇത് പറഞ്ഞ് ജനകൻ എഴുന്നേറ്റ് കൂപ്പുകൈയോടെ മുനിവരന്മാരോട് പറഞ്ഞു, ഭവാന്മാർ എനിക്ക് വലിയ ധർമ്മം ചെയ്തു. ഞാൻ ഭവാന്മാരുടെ ശിഷ്യൻ. ഭവാന്മാർ ഈ മുഖ്യാസനങ്ങളിൽ വാണരുളിയാലും ഈ മിഥിലയ്ക്ക് ദശരഥൻ എമ്മട്ട് അധിപനോ അതുപോലെ അയോധ്യയ്ക്ക് ഞാനും അധിപനത്രയും. ഇതിന് സംശയമില്ല. വേണ്ടത് യഥോചിതം ചെയ്താലും. ജനകൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ സന്തുഷ്ടനായ ദശരഥൻ മറുപടിയായി പറഞ്ഞു, മിഥിലാധിപതികളായ നിങ്ങൾ ഭ്രാതാക്കൾ ഇരുവരും അസംഖ്യ ഗുണസമ്പന്നരാകുന്നു. ഋഷികളെയും രാജസംഘങ്ങളെയും ഭഗവാന്മാർ യഥോചിതം സൽക്കരിക്കുകയും ചെയ്യുന്നു. സ്വസ്തി നേടുക. എല്ലാം ഭദ്രമായിരിക്കട്ടെ. ഞങ്ങൾ പാർപ്പിടത്തിലേക്ക് പോകുന്നു. ശ്രാദ്ധകർമ്മങ്ങൾ വിധിപ്രകാരം ചെയ്യുന്നുണ്ട്. ജനകനോട് യാത്രയും പറഞ്ഞു മാമിനിമാരെ മുന്നടത്തി ദശരഥൻ തന്റെ വാസസ്ഥാനത്തേക്ക് പോയി. പാർപ്പിടത്തിലെത്തി വിധിപ്രകാരം ശ്രാദ്ധം നടത്തി. വെളുപ്പിന് എഴുന്നേറ്റ് ഉത്തമമായ ഗോദാനം ചെയ്തു. ഓരോ മകനെയും ഉദ്ദേശിച്ച് രാജാവ് ധർമ്മപ്രകാരം 100,000 പശുക്കളെ വീതം ബ്രാഹ്മണർക്ക് നൽകി. കൊമ്പിൽ പൊന്നുകെട്ടിയ
4,00,000 പശുക്കളെ കറക്കാനുള്ള ഓട്ടുപാത്രങ്ങളോടുകൂടി ദാനം ചെയ്തു. പുത്രവത്സലനായ ദശരഥൻ പുത്രന്മാർക്ക് വേണ്ടിയുള്ള ഗോദാനം സംബന്ധിച്ച് മറ്റനേകം ധനങ്ങളും ദ്വിജന്മാർക്ക് നൽകി. ഗോദാനം നടത്തിയ ദശരഥൻ പുത്രന്മാരാൽ ദിഗ്ബാലകന്മാരാൽ ചൂഴപ്പെട്ട വിധതാവിനെ പോലെ വിളങ്ങി. ഗോദാനം നടത്തിയ അന്ന് കേകയ രാജപുത്രനും ഭരതന്റെ മാതുലനുമായ യുധാജിത്ത് വന്നു ചേർന്നു. ദശരഥനെ കണ്ട് കുശലം ചോദിച്ച് ഈ വിധം അറിയിച്ചു. കേകയ രാജാവ് സ്നേഹപൂർവ്വം കുശലമറിയിക്കുന്നു. ആരുടെയും കുശലമറിയാൻ ആഗ്രഹിക്കുന്നു അവർക്കെല്ലാം ഇപ്പോൾ കുശലം തന്നെ. രാജാവ് എന്റെ ഭാഗിനേയനെ കാണാൻ ആഗ്രഹിക്കുന്നു. അതിനായി ഞാൻ അയോധ്യയിലെത്തി. അങ്ങയുടെ പുത്രന്മാർ വിവാഹാർത്ഥം അങ്ങയോടൊത്ത് മിഥിലയ്ക്ക് പോയി എന്ന് ഞാൻ അവിടെ ചെന്ന് കേട്ടു. ഭാഗിനേയനെ കാണുന്നതിന് വേഗം ഞാൻ ഇങ്ങോട്ട് പോന്നു. പ്രിയപ്പെട്ട അതിഥിയെ ദശരഥൻ പരമസത്കാരങ്ങൾ കൊണ്ട് ആദരിച്ചു. അന്ന് രാത്രി ദശരഥൻ പുത്രരോടൊത്ത് പാർത്തു. പിറ്റേന്ന് പ്രഭാതത്തിൽ പ്രാതകൃത്യങ്ങളെല്ലാം നിർവഹിച്ച് മഹർഷിമാരെ മുൻനടത്തി യജ്ഞകവാടത്തിൽ എത്തിച്ചേർന്നു. വിജയമുഹൂർത്തത്തിൽ വിവാഹ മംഗളത്തിനുള്ള വേഷഭൂഷകൾ ചാർത്തിയ രാമൻ സർവാഭരണഭൂഷിതരായ സോദരന്മാരോടൊത്ത് വസിഷ്ഠാദി മഹർഷിമാരെ പിന്തുടർന്ന് യജ്ഞകവാടത്തിൽ എത്തിച്ചേർന്നു. വസിഷ്ഠൻ ചെന്ന് വൈദേഹനോട് അറിയിച്ചു. കൃതകൗതുകമംഗലന്മാരായ പുത്രന്മാരോടൊത്ത് ദശരഥൻ ദാതാവിനെ കാത്തു നിൽക്കുന്നു. ദാതാവും പ്രതിഗ്രഹീതാവും ഉണ്ടെങ്കിലേ എല്ലാ കാര്യങ്ങളും നടക്കൂ. വിവാഹം നടത്തി സ്വധർമ്മം നിർവഹിക്കുക. വസിഷ്ഠവാക്യം കേട്ട് ജനകൻ പറഞ്ഞു, കാവൽക്കാർ ആരവിടെ? ആരുടെ ആജ്ഞയാണ് കാത്തിരിക്കുന്നത്? സ്വഗൃഹത്തിൽ ചിന്തിക്കാൻ എന്തിരിക്കുന്നു? ഇതും അങ്ങയുടെ രാജ്യം പോലെ തന്നെ. അണിഞ്ഞൊരുങ്ങിയ എന്റെ കന്യകകൾ മാമുനെ അഗ്നിജ്വാലകൾ പോലെ വേദീമൂലത്തിലെത്തി കഴിഞ്ഞിരിക്കുന്നു. അങ്ങയെ കാത്ത് ഈ വേദിയിൽ നിൽക്കുകയാണ് ഞാൻ. എല്ലാം വിഘ്നം കൂടാതെ നടക്കട്ടെ. അമാന്തബന്ധന്. ജനകവാക്യം കേട്ട് ദശരഥൻ പുത്രന്മാരെയും എല്ലാ ഋഷിമാരെയും വേദിയിൽ പ്രവേശിപ്പിച്ചു. അപ്പോൾ വിദേഹരാജൻ വസിഷ്ഠനോട് അപേക്ഷിച്ചു, പ്രഭോ മഹർഷേ, ഋഷിമാരത്ത് ലോകരാമനായ രാമന്റെ വൈവാഹിക്രിയ നടത്തിച്ചാലും അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു വസിഷ്ഠൻ വിശ്വാമിത്രനെയും ശതാനന്ദനെയും മുൻനിർത്തി പന്തലിന്റെ നടുക്ക് യഥാവിധി വേദി തീർത്ത് ചുറ്റും ഗന്ധപുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ചു. സുവർണ താലങ്ങൾ, അങ്കുരങ്ങൾ വളർത്തി ചിത്രകുംഭങ്ങൾ, അങ്കുരങ്ങൾ, ശ്രാവങ്ങൾ, ധൂപം വമിക്കുന്ന ധൂപപാത്രങ്ങൾ, ശംഖപാത്രങ്ങൾ, സൃക്ക്, സ്രുവം, അർഘ്യാദിപാത്രങ്ങൾ, ലാജപാത്രങ്ങൾ, അക്ഷതപാത്രങ്ങൾ എന്നിവ യഥാസ്ഥാനം നിർത്തി മന്ത്രപൂർവം ദർഭ സമമായി വിരിച്ചിട്ട് വേദിയിൽ മന്ത്രപരിസരം അഗ്നി ജ്വലിപ്പിച്ച് വസിഷ്ഠ മഹർഷി അതിൽ ഹോമം നടത്തി. സർവാഭരണഭൂഷിതയായ സീതയെ രാമന് അഭിമുഖമായി അഗ്നിസമക്ഷം നിർത്തിയിട്ട് ജനകരാജൻ രാമനോട് പറഞ്ഞു, ഈ സീത എന്റെ മകൾ, എന്റെ സഹധർമ്മചാരിണിയായിരിക്കും. നിന്റെ സഹധർമ്മചാരിണിയായിരിക്കും. ഇവളെ സ്വീകരിച്ചാലും നിനക്ക് ഭദ്രം. കൈകൊണ്ട് കൈപിടിച്ചാലും പതിവ്രതയും മഹാഭാഗ്യയുമായ ഇവൾ നിന്നെ നിഴൽ പോലെ പിന്തുടരും. ഇങ്ങനെ പറഞ്ഞ് രാജാവ് മന്ത്രഭൂതമായ ജലം തളിച്ചു. ദേവന്മാരും ഋഷികളും സാധുവാദം മുഴക്കി പൂമഴ പൊടിഞ്ഞു. ദേവദുന്ദുഭികൾ മുഴങ്ങി. ഇപ്രകാരം മന്ത്രോധപൂർവം സീതയെ ദാനം ചെയ്ത ശേഷം സന്തോഷഭരിതനായ ജനകൻ പറഞ്ഞു, ലക്ഷ്മണ വരൂ, നിനക്ക് ഭദ്രം. ഞാൻ നൽകുന്ന ഊർമിളയെ സ്വീകരിക്കൂ. കരം ഗ്രഹിക്കുക, കാലം കളയേണ്ട. ഇത്രയും പറഞ്ഞ് ജനകൻ ഭരതനോടും പറഞ്ഞു, രഘുനന്ദന, മാണ്ഡവിയുടെ പാണിഗ്രഹണം നടത്തുക. മിഥിലാധിപൻ ശത്രുഘ്നോടും പറഞ്ഞു, മഹാഭാഗോ, ശ്രുതകീർത്തിയുടെ പാണി സ്വപാണിയാൽ ഗ്രഹിച്ചാലും നിങ്ങൾ എല്ലാവരും സൗമ്യരും സുചിരരും ആകുന്നു. നിങ്ങളേവരും വിവാഹം ചെയ്യുവിൻ, കാലവിളംബം വരുത്തേണ്ട. ജനകന്റെ വാക്യം കേട്ട് അവർ 4 വസിഷ്ഠന്റെ അനുമതിയോടെ പാണിഗ്രഹണം നടത്തി. രാഘവന്മാർ സഭാര്യരായിട്ട് അഗ്നിയെയും വേദിയെയും രാജാവിനെയും ഋഷിമാരെയും പ്രദക്ഷിണം ചെയ്തു. യഥോചിതം വിധിപ്രകാരം വിവാഹം നടത്തി. ആകാശത്തു നിന്ന് വലിയ പൂമഴ പെയ്ഞ്ഞു. ദിവ്യദുന്ദുഭികൾ മുഴങ്ങി. ദിഗീതവാദിത്ര ഘോഷങ്ങൾ കേൾക്കായി. അപ്സരസുകൾ നൃത്തം വെച്ചു. ഗന്ധർവന്മാർ മോഹനമായി ഗാനം ചെയ്തു. രാഘവന്മാരുടെ വിവാഹവേളയിൽ ഈ വക അത്ഭുതങ്ങളുണ്ടായി. ഇങ്ങനെ തുര്യാദിഘോഷങ്ങൾ മുഴങ്ങവേ തേജസ്വികളായ അവർ അഗ്നിക്ക് 3 വലം വെച്ച് ഭാര്യമാരെ സ്വീകരിച്ചു. അനന്തരം രാഘവന്മാർ കൊട്ടാരത്തിലേക്ക് പോയി. ദശരഥൻ ഋഷികളോടും ബന്ധുക്കളോടും കൂടി അനുഗമിച്ചു. പിന്നെ രാത്രി അവസാനിച്ചപ്പോൾ വിശ്വാമിത്ര മഹാമുനി 2 രാജാക്കന്മാരോടും യാത്ര പറഞ്ഞു ഉത്തരപർവ്വതത്തിലേക്ക് പോയി. അനന്തരം ദശരഥൻ വിദേഹനോട് യാത്രയും ചൊല്ലി സ്വപുരത്തിലേക്ക് പുറപ്പെട്ടു. വിദേഹൻ കന്യാധനമായി പലതും നൽകി. അനേകായിരം പശുക്കൾ, മേത്തരം കമ്പളികളും പട്ടവസ്ത്രങ്ങളും ചതുരംഗബലം അണിഞ്ഞൊരുങ്ങി അനേകം ദാസീദാസന്മാർ, സ്വർണം, വെള്ളി, മുത്ത്, പവിഴം ഇവ നിരവധി. ഇങ്ങനെ ഒട്ടേറെ കന്യാദാനം
ജനകൻ സസന്തോഷം കൊടുത്തു. അതിനുശേഷം ദശരഥനോട് യാത്രയില്ലി മിഥിലാധിപൻ കൊട്ടാരത്തിലേക്ക് പോയി. ദശരഥൻ പുത്രന്മാരോടൊത്ത് മഹർഷിമാരെ മുൻനടത്തി സേനയാൽ അനുഗതനായി യാത്രയായി. അങ്ങനെ യാത്ര ചെയ്യവേ ഘോരങ്ങളായ പക്ഷികൾ ചുറ്റും കൂകിക്കൊണ്ട് പറന്നു. മൃഗങ്ങൾ വലം വച്ചു. അതുകൊണ്ട് ദശരഥൻ വസിഷ്ഠനോട് ചോദിച്ചു, ഘോരങ്ങളായ പക്ഷികൾ, ക്രൂരങ്ങളായ മൃഗങ്ങൾ, എന്താണിത്? എന്റെ നെഞ്ചുപിടയുന്നു, മനം നോവുന്നു. വസിഷ്ഠൻ മധുരമായി മറുപടി പറഞ്ഞു, ഇതിന്റെ ഫലം എന്താണെന്ന് കേട്ടുകൊണ്ടാളും. പക്ഷികൾ സൂചിപ്പിക്കുന്ന ഘോരഭയത്തെ മൃഗങ്ങൾ ശമിപ്പിക്കുന്നു. സന്താപം ഏതും വേണ്ട. അവർ സംഭാഷണം ചെയ്യെ പാരക്കെ കുലുങ്ങി, മരങ്ങൾ പിഴക്കി, വൻകാറ്റടിച്ചു. ഇരുട്ടുകൊണ്ട് സൂര്യനെ കാണാതായി, ദിക്കൊന്നും അറിയാതായി. പടയെല്ലാം ചാമ്പലിൽ മൂടി സ്വബോധം കെട്ടമട്ടായി. രാജാവും പുത്രന്മാരും ഋഷികളും മാത്രം ബോധം കെടാതെ നിലകൊണ്ടു. മറ്റെല്ലാം നിശ്ചേതനം. ആ കൂരിരുട്ടിൽ പോരാളികളെല്ലാം ചാരത്തിൽ കുളിച്ചു. ഭീമരൂപനും ജടാമണ്ഡലധാരിയും ക്ഷത്രിയകുലജാതനുമായ ഭാർഗവരാമനെ രാജാവ് അപ്പോഴവിടെ കണ്ടു. കൈലാസം പോലെ ദുർദർശൻ, കാലാഗ്നി പോലെ ദുസ്സഹൻ, തേജസ് കൊണ്ട് തിളങ്ങുന്നവൻ, പ്രാകൃതന്മാർക്ക് നേരെ നോക്കാനാവാത്തവൻ, മഴു തോളിൽ തൂക്കി മിന്നൽ പോലുള്ള അമ്പും വില്ലും കൈയിലേന്തി ത്രിപുരാന്തകനായ രുദ്രനെ പോലെ വരുന്ന പരശുരാമനെ രാജാവ് കണ്ടു. തീ പോലെ തിളങ്ങുന്ന ജാമഗ്നിനെ കണ്ട് വസിഷ്ഠാദി മഹർഷിമാർ ഒത്തുചേർന്ന് തമ്മിൽ പറഞ്ഞു, പിതൃവധ ക്രോധത്താൽ ഇദ്ദേഹം ക്ഷത്രകുലത്തെ ഒടുക്കുകയില്ലല്ലോ. പണ്ടേ ക്ഷത്രിയരെ മുടിച്ച് കോപം ഒടുക്കിയതാണല്ലോ. വീണ്ടും ക്ഷത്രനാശത്തിന് ഇദ്ദേഹം കരുതുന്നുണ്ടാവില്ല എന്നും പറഞ്ഞ് കയ്യിൽ അർഘ്യവുമെടുത്ത് മഹർഷിമാർ ഭീമാകാരനായ രാമനെ ഹേ രാമ രാമ എന്ന് മധുരമായി വിളിച്ചു. ഋഷിമാർ നൽകിയ സത്കാരത്തെ സ്വീകരിച്ച് പ്രതാപവാനായ ഭാർഗവരാമൻ ദാശരഥി രാമനോട് ഈ വിധം പറഞ്ഞു, ദശരഥപുത്രനായ രാമ, നിന്റെ അത്ഭുതകരമായ വീര്യവും നീ വില്ലൊടിച്ചതുമല്ല ഞാൻ കേട്ടു. ആ വില്ലൊടിച്ച അത്ഭുതകരവും അചിന്യവുമത്രേ. അത് കേട്ടിട്ട് മറ്റൊരു വില്ലുമായി വന്നിരിക്കുകയാണ് ഞാൻ. ജമദഗ്നിയുടെ ഘോരധനുസ്സാണിത്. അത് കുലച്ച് അമ്പു തൊടുക്കുക, നിന്റെ ബലം പ്രദർശിപ്പിക്കുക. ഈ വില്ല് കുലയ്ക്കുന്നതിലും നിന്റെ ബലം കണ്ടിട്ട് ഞാൻ നിന്നോട് വീരശ്ലാഘ്യമായ ദ്വന്ദ്വയുദ്ധം ചെയ്ത. അത് കേട്ട് ദശരഥനന്ദനൻ ദീനനായി കൈകൂപ്പിക്കൊണ്ടറിയിച്ചു, ക്ഷത്രകോപത്തിൽ നിന്ന് നിവർത്തിച്ച് വൻ തപം ചെയ്യുന്ന ബ്രാഹ്മണനല്ലോ അവിടുന്ന്. എന്റെ മക്കളായ ഈ കുട്ടികൾക്ക് അഭയം നൽകണമേ. സാധ്യ വ്രതശാലികളായ ഭാർഗവന്മാരുടെ കുലത്തിലല്ലോ അങ്ങ് ജനിച്ചത്. ദേവേന്ദ്രനോട് പ്രതിജ്ഞ ചെയ്ത് ശസ്ത്രം പടിഞ്ഞതല്ലയോ. ധർമ്മനിഷ്ഠനായ ഭൂമി കശ്യപന് നൽകി വനത്തിലെത്തി മഹേന്ദ്രപർവ്വത്തിൽ വാണരുന്നല്ലോ. എന്റെ സർവസ്വവും മുടിക്കാനാണ് അങ്ങിപ്പോൾ വന്നിരിക്കുന്നു. രാമനൊരുവനെ കൊന്നാൽ ഞങ്ങൾ ആരും പിന്നെ ബാക്കിയുണ്ടാവില്ല. ദശരഥൻ ഇങ്ങനെ പറഞ്ഞതൊന്നും വകവയ്ക്കാതെ ജമദഗ്നിൻ രാമനോട് പറഞ്ഞു, വിശ്വകർമാവ് നിർമ്മിച്ച ലോകവിശ്രുതങ്ങളായ 2 മുഖ്യധനുസുകളാണിവ. അതിലൊന്നും ദേവന്മാർ പോരിനൊരുങ്ങിയ രുദ്രന് നൽകി. ത്രിപുരഹരമായ ആ വില്ലാണ് നീ ഒടിച്ചത്. ദേവന്മാർ വിഷ്ണുവിന് നൽകിയ ദുർദർശമായ ഇതാണ് 2ാമത്തേത്. ശത്രുനാശകമായ ഈ വൈഷ്ണവജാപം രുദ്രജാപത്തിന് തുല്യം കരുത്തുന്നതാണ്. ശിവന്റെയും വിഷ്ണുവിന്റെയും ബലാബലങ്ങൾ അറിയണമെന്ന് ദേവന്മാർ പിതാമഹനോട് ആവശ്യപ്പെട്ടതനുസരിച്ച് പിതാമഹൻ അവരിവരെയും പിണക്കത്തിലാക്കി. വിരോധം വന്നപ്പോൾ പരസ്പര വൈജയശികളായ ശിവനും വിഷ്ണുവും തമ്മിൽ ഘോരമായ യുദ്ധമുണ്ടായി. അപ്പോൾ ഭയങ്കരമായ ശൈവജാപം മങ്ങിപ്പോയി. ഹുങ്കാരത്താൽ മുക്കണ്ണൻ സ്തംഭിച്ചുപോയി. ദേവന്മാരെ ഋഷികളും ചാരണന്മാരെ ഉപേക്ഷിച്ചതനുസരിച്ച് അവരിരുവരും അടങ്ങി. വിഷ്ണു പരാക്രമത്താൽ ശൈവജാപം ജംഭിച്ചത് കണ്ട് ദേവന്മാരും ഋഷികളും വിഷ്ണുവിനെ തന്നെ മേലെ എന്ന് കരുതി. കോപം കൊണ്ട രുദ്രൻ അമ്പും വില്ലും വിദേഹരാജാവ് ദേവരാജന് നൽകി. രാമ, ഈ വൈഷ്ണവജാപമാകട്ടെ വിഷ്ണു ഭാർഗവനായ ഋജീകന് ന്യാസമായി കൊടുത്തു. ഋജീകൻ അത് തന്റെ പുത്രനും എന്റെ ദാതനും അതുല്യ ബലവാനുമായ ജമദഗ്നിക്ക് നൽകി. അച്ഛൻ ശസ്ത്രം ഉപേക്ഷിച്ച് അവസരപ്പെട്ടിരിക്കുമ്പോൾ അർജുനൻ നീചമായി അച്ഛനെ കൊന്നു. അച്ഛന്റെ ദാരുണമായ വധത്തിൽ ക്രോധം പൂണ്ട് ഞാൻ ബലവാർ ക്ഷത്രിയ വംശത്തെ നശിപ്പിച്ചു. പാരെല്ലാം കീഴടക്കി. യജ്ഞാവസാനത്തിൽ ഞാൻ ഭൂമിയെല്ലാം ദക്ഷിണയായി പുണ്യകർമ്മമായ കാശ്യപന് നൽകി. പിന്നെ മഹേന്ദ്രത്തിൽ പാർപ്പുറപ്പിച്ച് തപസ്സിലേർപ്പെട്ടു. വില്ലൊടിച്ചത് കേട്ട് ഞാൻ ഇവിടെ എത്തി. രാമ, പിതൃവൈതാമഹസ്പ്രാപ്തമായി മഹത്തായി വൈഷ്ണവധനുസിത ക്ഷത്രധർമ്മമനുസരിച്ച് നീ ഇത് ഗ്രഹിക്കുക. ഉത്തമധനുസിൽ ശരം തൊടുക്കുക. അതിന് നീ പോന്നവനല്ലെങ്കിൽ രാമ, നിന്നോട് ദ്വന്ദ്വയുദ്ധത്തിന് തയ്യാർ. ജാമദഗ്നിന്റെ വാക്കുകേട്ട് ദാശരഥിയടക്കം അച്ഛനോടുള്ള ആദരത്താൽ സ്വയം നിയന്ത്രിച്ചുകൊണ്ട് പറഞ്ഞു, ഹേ ഭാർഗവ, അങ്ങ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. പിതാവിനോടുള്ള കടം വീട്ടിയ രീതിയും കൊള്ളാം. ക്ഷാത്രവീര്യത്തിലും ധർമ്മത്തിലും അശക്തനാണ് ഞാൻ എന്നങ്ങ് എന്നെ അപമാനിക്കുന്നുവല്ലോ. എന്നാൽ എന്റെ തേജസ്സും പരാക്രമവും ഇതാ കണ്ടോളൂ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് രാമൻ ഭാർഗവന്റെ കയ്യിൽ നിന്ന് വില്ലും ശരവും നിസ്സാരമായി കയ്യിലെടുത്തു. വില്ല് വലിച്ച് ഞാണേറ്റി അമ്പു തൊടുത്ത് കോപത്തോടെ ഭാർഗവനോട് പറഞ്ഞു, അങ്ങ് ബ്രാഹ്മണനാകയാലും വിശ്വാമിത്രനെ ഓർത്തും അങ്ങയുടെ പ്രാണനെ ഹരിക്കുമാറ് അമ്പെയ്യാൻ എനിക്ക് വയ്യ.
അങ്ങയുടെ ഈ ഗതിയെയോ തപോബലാർജിതങ്ങളെ അനുലോകങ്ങളെയോ ഹനിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പരമപുരഞ്ചവും ബലദർപ്പ വിനാശകവുമായ ഈ ശരം പാഴായി വീഴില്ല. വൈഷ്ണവ ചാപധരനായ രാമനെ കാണാൻ ദേവന്മാരും ഋഷികളും യക്ഷരാക്ഷസ ഗന്ധർവാദികളും പിതാമഹനെ പുരസ്കരിച്ച് അവിടെ വന്നു ചേർന്നു. രാമൻ ദിവ്യധനുസ് ശരിക്കെ ലോകം സ്തംഭിച്ചു പോകെ വീര്യം കെട്ട പരശുരാമൻ ശ്രീരാമനെ നോക്കി. തേജസ് കെട്ട് വീര്യമൊടുങ്ങി ജഡീഭവിച്ച പരശുരാമൻ കമലപത്രാക്ഷനായ രാമനോട് മെല്ലെ പറഞ്ഞു, പണ്ട് ഞാൻ ഭൂമി കശ്യപന് ദാനം ചെയ്തപ്പോൾ എന്റെ രാജ്യത്തിൽ പാർക്കരുത് എന്ന് കശ്യപൻ എന്നോട് പറഞ്ഞു. ഗുരുവാക്യം മാനിച്ച് ഞാൻ രാത്രിയിൽ ഭൂമിയിൽ തങ്ങാറില്ല. അന്ന് തൊട്ട് ഞാൻ അങ്ങനെ ഒരു പ്രതിജ്ഞ കശ്യപനോട് ചെയ്തിട്ടുണ്ട്. ആകയാൽ എന്റെ ഗതി അങ്ങ് മുടക്കരുത്. തപസ്സുകൊണ്ട് നിശ്ചലങ്ങളായ ലോകങ്ങൾ ഞാൻ നേടിയിട്ടുണ്ട്. രാമ, അവയെ ഞാൻ വിശിഷ്ട ശരം കൊണ്ട് ഹരിച്ചാലും ഇനി വൈകിക്കേണ്ട. ഈ ധനുസെടുത്ത അങ്ങയെ മഹാഹന്തമായ ദേവോത്തമനെന്ന് ഞാൻ അറിയുന്നു. അങ്ങേക്ക് സ്വസ്തി. പോരിൽ എതിരില്ലാത്തവനും അതുല്യ പരാക്രമനുമായ അങ്ങയെ ഇവിടെ വന്നിരിക്കുന്ന സൂര്യസമൂഹങ്ങൾ നോക്കുന്നു. ത്രിലോകനാഥനായ അങ്ങ് എന്നെ പരാജയപ്പെടുത്തിയതിൽ എനിക്ക് ലജ്ജാവഹമായിട്ടൊന്നുമില്ല. രാമൻ ശരം മോചിപ്പിച്ചാലും അതിനുശേഷം ഞാൻ മഹേന്ദ്രപുരത്തിലേക്ക് പോയിക്കൊള്ളാം. അത് കേട്ട് രാമൻ അമ്പയച്ചു. തപസാർജിതങ്ങളായ രോഗങ്ങളെല്ലാം നശിക്കപ്പെട്ടതായതുകൊണ്ട് ജമദഗ്നൻ മഹേന്ദ്രത്തിലേക്ക് പോയി. ദിക്കുകളൊക്കെ ഇരുൾ നീങ്ങി തെളിഞ്ഞു. ദേവന്മാരും ഋഷികളും രാമനെ വാഴ്ത്തി. ഭാർഗവരാമൻ ദശരഥിരാമനെ വലം വെച്ച് പൂജിച്ച് തന്റെ വഴിക്ക് പോയി. പരശുരാമൻ പോയപ്പോൾ രാമൻ ശാന്തനായി ആ ചാപം വരുണനെ ഏൽപ്പിച്ചു. വസിഷ്ഠാദികളെ വണങ്ങി രാമൻ ദീനനായ അച്ഛനോട് പറഞ്ഞു, ഭാർഗവരാമൻ പോയി. അങ്ങയുടെ രക്ഷയിൽ ചതുരംഗസേന അയോധ്യയ്ക്ക് നീങ്ങട്ടെ. അത് കേട്ട ദശരഥൻ രാമനെ കെട്ടിപ്പിടിച്ചു, നെറുകയിൽ മുതിർന്നു. രാമൻ പോയെന്ന് കേട്ട ദശരഥൻ താനും മകനും വീണ്ടും ജനിച്ചതായി കരുതി പെരുമ്പറ മുഴക്കിക്കൊണ്ട് കൊടിയുമേന്തി സേന അയോധ്യയിലേക്ക് പുറപ്പെട്ടു. രാജപാതകൾ അടിച്ചു തളിച്ച് പൂക്കൾ വിതറി രാജാവിന്റെ വരവിൽ സന്തോഷമണ്ട മംഗലപാണികളായ പൗരന്മാർ നിറഞ്ഞ സമലംകൃതമായ പട്ടണത്തിൽ രാജാവ് പ്രവേശിച്ചു. രാജധാനിയിലെ ദ്വിജന്മാരോടൊപ്പം പൗരാവലി മുന്നോട്ട് ചെന്ന് രാജാവിനെ എതിരേറ്റു. പുത്രന്മാരാൽ നികുതനായ ദശരഥൻ ഹിമോത്സദൃശമായ കൊട്ടാരത്തിൽ പ്രവേശിച്ചു. സംപൂജിതനായ രാജാവ് സ്വജനങ്ങളോട് ഒത്തുചേർന്ന് ആനന്ദമാർന്നു. കൗസല്യയും കൈകേയും സുമിത്രയും മറ്റു സ്ത്രീകളും മധുക്കളെ സ്വീകരിക്കുന്നതിൽ വ്യാപൃതരായി. മഹാഭാഗ്യ സീതയെയും യശസ്വിനിയായ ഊർമിളയെയും കുശദ്രപുത്രിമാരെയും രാജവനികൾ സുസ്വാഗതം ചെയ്തു. പട്ടാമ്പരധാരിണികളായ അവർ മംഗളാലാപങ്ങളോടെ ദേവാലയങ്ങളിൽ പൂജ നടത്തി. പൂജാർഹരെ അഭിവാദ്യം ചെയ്ത് ആ രാജപുത്രിമാർ ഭർത്താക്കന്മാരോടൊത്ത് സുസുഖം വേണം. വിവാഹിതരും വിവിധ വേദ്യരും ധനാഢ്യരും സുഹൃത്സമ്പന്നരുമായ രാജകുമാരന്മാർ പിതാവിനെ ശുശ്രൂഷിച്ചുകൊണ്ട് കാലം കഴിച്ചു. കുറച്ചുനാൾ കഴിഞ്ഞ് ദശരഥൻ കൈകേയപുത്രനായ ഭരതനോട് പറഞ്ഞു, ഉണ്ണി, നിന്റെ അമ്മാവൻ യുധാജിത്ത് നിന്നെ കൂട്ടിക്കൊണ്ടുപോകാനായി വന്നിരിക്കുകയാണ്. അത് കേട്ട് ഭരതൻ ശത്രുഘ്നോടൊത്ത് പോകാനൊരുങ്ങി. അച്ഛനോടും അമ്മയോടും രാമനോടും യാത്ര പറഞ്ഞ് ശത്രുഘ്നോടുകൂടി ഭരതൻ യാത്രയായി. യുധാജിത്ത് ഭരതശത്രുഘ്നന്മാരോടുകൂടി സ്വപുരത്തിലെത്തി. അദ്ദേഹത്തിന്റെ അച്ഛൻ സന്തോഷം പൂണ്ടു. രാമലക്ഷ്മണന്മാർ ദേവസദൃശനായ പിതാവിനെ ശുശ്രൂഷിച്ചു പോന്നു. അച്ഛന്റെ ആജ്ഞയനുസരിച്ച് രാമൻ ഹിതങ്ങളും പ്രിയങ്ങളുമായ പൗരകാര്യങ്ങളെല്ലാം നടത്തിപ്പോന്നു. അമ്മമാർക്ക് വേണ്ട കാര്യങ്ങൾ വളരെ ഒതുക്കത്തോടെ ചെയ്തു. ഗുരുക്കന്മാർക്ക് വേണ്ട യഥാകാലം നോക്കി നടത്തി. രാമന്റെ ശീലവൃത്തങ്ങളാൽ ദശരഥനും ബ്രാഹ്മണരും വൈശ്യരും രാജ്യവാസികളേവരും പ്രീതരായി. അവർക്ക് രാമൻ യശസ്വിയും സത്യപരാക്രമനും സർവസദ്ഗുണസമ്പൂർണനുമായിരുന്നു. പരസ്പര പ്രാണഭൂതരായ സീതാരാമന്മാർ വാണു. സൗരൂപ്യം കൊണ്ടും സൗശീല്യം കൊണ്ടും സീതയിൽ രാമന് പ്രീതിയേറി വന്നു. സീതയ്ക്ക് രാമനോടുള്ള പ്രേമവും ഇരട്ടിച്ചു. രാമന്റെ ഹൃദ്ഗതം ഉൾക്കണ്ണാൽ ജനകതന്നെ സുവ്യക്തമായി കണ്ടിരുന്നു. രൂപം കൊണ്ട് ദേവതാസമയായ സീത മാനുഷവേഷം പൂണ്ട ശ്രീദേവിയെപ്പോലെ വിളങ്ങി. രാജർഷിയായ ദശരഥന്റെ പുത്രൻ രാമൻ ഉത്തമ രാജനന്ദിനിയായ ജാനകിയോടൊത്ത് മുതത്തോടെ ലക്ഷ്മീദേവിയാൽ മഹാവിഷ്ണു എന്ന പോലെ ശോഭിച്ചു. ഇങ്ങനെ സീതാരാമന്മാരുടെ മനോഹരമായ അയോധ്യാവാസം തുടങ്ങുന്നതോടെ ബാലകാന്ഡം സമാപിക്കുകയാണ്. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ജയ ജയ ശ്രീ മഹാദേവിയേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹര നമ പാർവതീപതയേ ഹര ഹര മഹാദേവ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ജയ ജയ ശ്രീ മഹാദേവിയേ നമ. ഇനി നമ്മൾ നാളെ അയോധ്യാകാന്ഡത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അയോധ്യാകാന്ഡത്തിൽ ഇനി
ശ്രീരാമൻ്റെ യുവരാജാവായി അഭിഷേകം ചെയ്യാനുള്ള തുടക്കവും, തുടർന്ന് കൈകേയി ഭരതന് വേണ്ടി പറയുന്നതും മന്ധരയുടെ ആഗമനവും ഒക്കെ തുടങ്ങിയ അധ്യായങ്ങളാണ്. അതെല്ലാം നമുക്ക് പിന്നീട് പാരായണം ചെയ്യാം. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ജയ ജയ ശ്രീ മഹാദേവിയേ നമഃ.